അടിക്കേ പമ്പേ പമ്പേ പമ്പ് ചാവി ഓണാക്കിയാൽ വണ്ടി സ്റ്റാർട്ട് ആവുള്ളൂ കേട്ടോ. ചാവി ഓണാക്കാതെ അടിച്ചിട്ട് കാര്യമില്ല. മണ്ടൻ സ്പീഡല്ലോ സ്പീഡ് കൺവേർട്ട് ചെയ്ത് ആർപിഎം കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. മീറ്റർ കാര്യങ്ങളൊക്കെ റെഡിയാക്കി നിങ്ങൾക്ക് തരും. മീറ്ററിൻ്റെ സൂചി വെട്ടിയാണ്. ഒറിജിനൽ മീറ്ററാണ്, 2 ഒറിജിനൽ മീറ്ററാണ്. ആർപിഎം നല്ല ദമ്മുള്ള വണ്ടി കൂടിയാട്ടോ. സൂചി ട്രാക്കാണ്, പക്ഷേ വണ്ടിയുടെ മീറ്റർ വർക്കിംഗ് ആണ്. ഒറിജിനൽ മീറ്റർ ആണല്ലേ? ഒറിജിനൽ മീറ്ററാണ്. അതൊക്കെ മീറ്റർ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ക്ലിയർ ആക്കി തരിക. ഓടിക്കാനൊരു പവർ കമ്മി ഫീൽ ചെയ്യുന്ന ഒരു വണ്ടിയാണ് KB. പൊതുവേ എനിക്ക് എപ്പോഴും തോന്നുന്നൊരു കാര്യം പവർ ഇല്ല എന്നുള്ള രീതിയിൽ. അങ്ങനെ ഞാൻ KBനെ അങ്ങനെ ഒന്ന് കാണുന്ന രീതിയിലാണ് ഞാൻ കാണില്ല. എപ്പോഴും നമുക്ക് RX-ൻ്റെ പവർ കിട്ടില്ല. പക്ഷേ ഈ വണ്ടി ഓടിക്കാനുള്ള ഫീൽ ഇതുവരെ കിട്ടിയവർ KB 100 കിട്ടില്ല. അത് അത്യാവശ്യം LT ആണ്, പക്ഷേ HT കൺവേർട്ട് ചെയ്ത വണ്ടിയാണ്. ഓക്കെ. ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മളങ്ങനെ നമ്മുടെ റയർ പിസ്റ്റൺ ഗാരേജിൽ വന്നിരിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഒരുപാട് വണ്ടികളാണ് നിങ്ങളെ കാണിക്കാനായിട്ട് പോകുന്നത്. RXZ, RX 135, RX 100, അതേപോലെ തന്നെ സ്പ്ലെൻഡർ, അതുപോലുള്ള എല്ലാ വാഹനങ്ങളും സ്റ്റോക്ക് അവൈലബിൾ ആണ്. ഏകദേശം ഒരു 60ഓളം വണ്ടികളാണ് ഗാരേജിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഏകദേശം ഒരു വർഷമായി നമ്മൾ റയർ പിസ്റ്റൺ ഗാരേജിൻ്റെ വീഡിയോ ചെയ്തിട്ട്. അതിനൊരു കാരണം നമ്മുടേതായ ബിസിനസ്സിലേക്ക് തിരിഞ്ഞപ്പോൾ സമയം കിട്ടാതായി. അങ്ങനെ ഡിലേ ആയതോട്ടോ റയർ പിസ്റ്റൺ ഗാരേജിൻ്റെ വീഡിയോ. ഒരുപാട് ആളുകൾ റയർ പിസ്റ്റൺ ഗാരേജിൻ്റെ വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എല്ലാ വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എല്ലാം നമ്മൾ പറയുന്നുണ്ട്. നല്ല വൃത്തിയുള്ള വണ്ടികളാണ് ഇപ്പോൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം വണ്ടിയുടെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ. ഈ ഒരു നേരം മൊത്തം കംപ്ലീറ്റ് RX 135, RX 100, അതുപോലെ തന്നെ ഇമ്പൾസ് നോക്കുന്നവർക്ക് ഇമ്പൾസും അവൈലബിൾ ആണ്. ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന സമയത്ത് മാക്സ് 100, സാമുറായി, ഷോഗൺ, ഷാവലിൻ, KB 100, അതുപോലെ തന്നെ RX 100, 135, Z പോലുള്ള എല്ലാ വാഹനങ്ങളും അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു വാഹനങ്ങളുടെയൊക്കെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും നമ്മുടെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടിരുന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പോൾ മുജിക്ക് അവിടെ എത്തിയിട്ടുണ്ട്. സെറ്റ് ഏകദേശം എനിക്ക് തോന്നുന്നത് 8 മാസമായില്ലേ? എൻ്റെതായ കുറച്ച് തിരക്ക് പെട്ടുപോയി. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഡിലേ ആയതോട്ടോ വീഡിയോ. ഏകദേശം എത്ര വണ്ടി ഉണ്ടാവും ഇപ്പോൾ? വണ്ടി 100 വണ്ടി പ്ലസ് വണ്ടികളുണ്ടാവും. നമ്മൾക്ക് വണ്ടി ഉണ്ടാവും. 100 വണ്ടീൻ്റെ മുകളിൽ എന്തായാലും വണ്ടികളുണ്ട്. പിന്നെ RX ആദ്യമായിട്ട് ഇപ്പോൾ നമ്മൾ RX ആണ്. പ്രോപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കി നിങ്ങൾ ഇവിടെ കാണാൻ വർക്ക് കാര്യങ്ങൾ നല്ല വൃത്തിയുള്ള വണ്ടികൾ മാത്രം, ഫുൾ സ്പെയർ മാറിയ വണ്ടികൾ മാത്രമാണ് സെറ്റ് ആക്കിയിട്ടുള്ള വണ്ടികൾ കൂടുതൽ നമ്മൾ ചെയ്യണം. മുമ്പ് നമ്മൾ അങ്ങനെയല്ല, ബജറ്റ് കുറഞ്ഞ വണ്ടികൾ നമ്മൾ കാര്യമായിട്ട് പ്രയോറിറ്റി കൊടുത്തിട്ട്. ഇപ്പോൾ അങ്ങനെയല്ല. അപ്പോൾ കസ്റ്റമർ ആയാലും വ്യൂവേഴ്സ് ആയാലും എല്ലാവർക്കും നല്ല വണ്ടിയാണ് വേണ്ടി. അപ്പോൾ പിന്നെ ആ രീതിയിലാക്കിയിട്ട് ഇപ്പോൾ എല്ലാ വണ്ടിയും നമ്മൾ വർക്ക് എടുക്കുന്നുണ്ട്. അതേപോലെ നോർമൽ ഏതെങ്കിലും വണ്ടി ഉണ്ടെങ്കിൽ വർക്ക് എടുത്ത് കൊടുക്കുന്നുണ്ട്. മറ്റേ വില കുറഞ്ഞ് പണിയുള്ള വണ്ടി അങ്ങനത്തെ രീതിയിലുള്ള നമ്മളിങ്ങനെ ബഡ്ജറ്റ് കുറഞ്ഞ ആൾക്ക് ആഗ്രഹം പൂർത്തീകരിക്കുക ഒരു വണ്ടി എന്നുള്ള രീതിയിൽ കൊടുക്കുക ആ പരിപാടി ഇപ്പോൾ നിർത്തി. അതുകൊണ്ട് അത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ആഗ്രഹത്തിന് വരുന്ന ആൾക്കാർ ചെറിയ ബഡ്ജറ്റുള്ള ആൾക്കാരാവും കൂടുതൽ. എങ്ങനെയെങ്കിലും പൈസ ഒപ്പിച്ച് വരുന്ന ആൾക്കാരാവും. അപ്പോൾ ഈ വണ്ടി കിട്ടിയാൽ എങ്ങനെയെങ്കിലും കിട്ടിയാൽ മതി. ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇത് കൊണ്ടെടുക്കാനുള്ള ദിലീപിൻ്റെ ഡയലോഗ് ഉണ്ടല്ലോ, ആ ഡയലോഗ് പോലെ പണയം വെച്ച പ്രോപ്പർട്ടി വെക്കേണ്ടി വരുന്നുള്ള അവസ്ഥ. അപ്പോൾ നമ്മൾ അത്യാവശ്യം ടീക്ക് വണ്ടി കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം ബഡ്ജറ്റിലാണ് കൊടുക്കണം. അപ്പോൾ അതിനനുസരിച്ച് വാങ്ങിയ ആൾക്കാർക്ക് മേജർ ഇഷ്യൂ ഒന്നും വരില്ല. അങ്ങനത്തെ രീതിയിൽ അപ്പോൾ വർക്ക് എടുത്ത് കൊടുക്കണം. ഓക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇതാ നിങ്ങൾ കാണുന്ന ബാക്കിൽ കാണുന്ന പോലെ അത്യാവശ്യം വണ്ടികൾ സ്റ്റോക്ക് ഉണ്ട്. Z ആയാലും RX 100 ആയാലും 135 ആയാലും അത്യാവശ്യം വണ്ടികൾ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാൻ ഓരോ വണ്ടി ബന്ധം തുടങ്ങാം. Z ഈ സൈഡ്
6 ടോട്ടൽ 6 സെറ്റ് ഉണ്ട് അല്ലേ? 11 സെറ്റ് ഉണ്ട്. അതായത് പണി നടക്കണ വർക്ക് കഴിഞ്ഞ് ചെറിയ രീതിയിൽ നമുക്കിപ്പം പൾസറിൻ്റെ ഡിസ്ക് ആയിരുന്നു, 5 സ്പീഡിൻ്റെ കവർ കാര്യങ്ങളായിരുന്നു. അപ്പോൾ കമൻറ്റ് വന്നത് നമുക്ക് ഇത് 5 സ്പീഡിൻ്റെ കവറും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഡിസ്ക് അടിപൊളി. അപ്പോൾ നമ്മൾ അടിപൊളി ഡിസ്ക് കയറ്റാൻ വേണ്ടി കയറ്റിയാണ്. വണ്ടികളുണ്ട്, സെറ്റ് ഉണ്ട്. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് വണ്ടിയിൽ KL 85 നമ്മളെ ലോക്കൽ രജിസ്ട്രേഷൻ രാംനാട് രജിസ്ട്രേഷൻ വണ്ടിയാണ്. അടിപൊളി വർക്കിംഗ് എഞ്ചിനാണ്. നല്ല ബീറ്റ് നല്ല പവറുള്ള വണ്ടിയാണ്. ഡിസ്ക് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഫ്രണ്ട് ഹൈറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയാണ്. 2001 മോഡൽ. ടാങ്ക് കാര്യങ്ങളൊക്കെ ഉള്ളത് ബ്രാൻഡ് ന്യൂ ടാങ്ക് ആണ്. സ്പെയർ മാറി ചെയ്ത വണ്ടി. സ്പെയർ മാറി ചെയ്ത വണ്ടി 2001 മോഡൽ വണ്ടി. പേപ്പർ കാര്യങ്ങൾ ചെക്ക് ചെയ്യേണ്ടി വരും. നമ്മൾ വർക്ക് എടുത്ത വണ്ടി ഏകദേശം 160-65 പ്ലസ് റേഞ്ചിലുള്ള വണ്ടിയാണ് ഇത്. 2001. അതേപോലെ ഇതിൻ്റെ മുകളിൽ നമ്മൾ എക്സ്ട്രാ ചെയ്ത കാര്യം ഡിസ്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ ടാങ്ക് എന്താ പറയുക, ഈ കാണുന്ന ടാങ്കല്ല, ടാങ്ക് ഉള്ളിൽ നിന്ന് ബ്രാൻഡ് ന്യൂ ടാങ്കാണ്. പുതിയ ടാങ്ക് വാങ്ങിയിട്ട് നമ്മുടെ എല്ലാവരും വണ്ടിയുടെ ടാങ്ക് നമ്മൾ സെറ്റാക്കി ചെയ്തതാണ്. അങ്ങനെയാണ് കാര്യങ്ങൾ. റീവണ്ടിയാണ് നമ്മളെ സ്വന്തം രാംനേട്ര KL 85 നമ്പറുള്ള വണ്ടിയാണ്. റീവണ്ടിയിലൊന്നും കാര്യമില്ല കേട്ടോ. അല്ല, വണ്ടി ചെയ്താൽ നല്ല. അതെന്തായാലും ഇവിടുന്ന് കൂടുതൽ ആൾക്കാർ ഇൻക്വയറി ചെയ്ത് വരുന്നത് ഒറിജിനൽ കേരള എന്ന് പറഞ്ഞ് വരും. പക്ഷേ വണ്ടി ഓടിച്ച് ഈ വണ്ടി ഇപ്പോൾ ഓടിച്ചിട്ട് ഒരാൾ നെഗറ്റീവ് അടിക്കില്ല, വണ്ടി എടുത്ത് പോവുള്ളൂ. ഒറിജിനൽ കേരള എന്ന് പറഞ്ഞിട്ട് വണ്ടിൻ്റെ ഈ കണ്ടീഷനിൽ ഒറിജിനൽ കേരള വണ്ടി നമുക്ക് റേറ്റ് പറയാം. ഇത് തന്നെ നമ്മുടെ നോർമലി റീസ്റ്റോർ ചെയ്ത വണ്ടി 165 റേഞ്ച് വരുന്നുണ്ട് കേട്ടോ. ആ റേഞ്ച് പ്ലസ് റേഞ്ചിലുള്ള വണ്ടികളാണ്. അത് 2001 പിന്നെ റേറ്റ് കൂടും. പിന്നെ ഡിസ്ക് ചെയ്തിന് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇത് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം സ്പെയർ മാറി വൃത്തിക്ക് ചെയ്ത് നല്ല രീതിയിൽ ചെയ്ത വണ്ടി. നല്ല രീതിയിൽ നല്ല പൈസ മുടക്കിയിട്ട് നല്ല രീതിയിൽ ചെയ്ത് 10, 20, 25 രൂപ മുടക്കി പണിയെടുത്ത വണ്ടിയല്ല. നല്ല രീതിയിൽ പൈസ ഇറക്കിയ വണ്ടിയാണ്. അത്യാവശ്യം റേറ്റ് ആയ വണ്ടിയാണ്. അപ്പോൾ അത്യാവശ്യം വണ്ടിക്ക് റേറ്റ് ഉണ്ടാവും. പിന്നെ മോഡൽ കൂടിയതിൻ്റെ ഒരു മാർക്കറ്റ് വാല്യൂ നോർമലി നിങ്ങൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു സാധാ 135 നമ്മൾ കൊടുക്കുന്നതിനെക്കാട്ടി 10-15 രൂപ ഡിഫറൻസ് ഉണ്ടാവും 2001, 2, 3, 4 വണ്ടികൾക്ക്. അതിന് മാർക്കറ്റ് ഉണ്ടാവും. അതന്നെ നിങ്ങൾ വിൽക്കുന്ന വണ്ടി നോക്കിയാലും മതി. അതേപോലെ കയ്യിലുള്ള വണ്ടി വിൽക്കുമ്പോഴും നമുക്ക് ഒരു കൂടുതൽ അഡ്വാൻറ്റേജ് ഉള്ള വണ്ടിയാണ്. അതേപോലെ തന്നെ 5 സ്പീഡ് ഉണ്ട്. 135 5 സ്പീഡാണ്. ഒറിജിനൽ 5 സ്പീഡാണ്. ഒറിജിനൽ 5 സ്പീഡ്, ഒറിജിനൽ സിലിണ്ടർ കാര്യങ്ങൾ, അൺസ്ലീവ്ഡ് സിലിണ്ടറാണ്. പവർ കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഡിസ്ക് കാര്യങ്ങളൊക്കെ CBR ടൈപ്പ് ഡിസ്ക് ചെയ്താണ് വണ്ടി. നല്ല വർക്കിംഗ് കാര്യങ്ങൾ. സൈലന്റ് നമ്മളിപ്പോഴും കുറച്ച് സൈലന്റ് ആൾക്കാരാണ്. പിന്നെ ഈ വണ്ടി കൊണ്ടുനടക്കുന്ന എല്ലാവരും സൈലന്റ് അല്ല എന്നെങ്കിലും സംഭവം സൗണ്ട് എല്ലാവർക്കും ക്യാറ്റിന്റെ സൗണ്ട് എന്താ അറിയോ, ക്യാറ്റിന്റെ ഈ സൗണ്ട് തന്നെ നമുക്ക് വേറെ വണ്ടിമൊന്നും കിട്ടില്ല. അതുകൊണ്ടാണ് ആ സൗണ്ട് അത്രയും ആൾക്കാർ ഇഷ്ടപ്പെട്ടിട്ട് ഇപ്പോൾ ക്യാറ്റിന് 15-20 റുപ്യൊക്കെ റേറ്റ് അതുകൊണ്ടാണ് റേറ്റ്. അപ്പോൾ ആ സൗണ്ട് നമുക്കിപ്പോൾ ഒരു സൂപ്പർ ബൈക്ക് എടുത്താലും അതിമൊന്നും കിട്ടില്ല എന്നുള്ള രീതിയിലാണ്. നല്ല സൈലന്റ് ക്യാറ്റിൽ വരുന്ന വണ്ടി, പക്കാ സൈലന്റ്, നല്ല പവർ ഓടിക്കാൻ നല്ല സ്മൂത്ത് ഉണ്ടാവും. സ്മൂത്ത് ഉണ്ടാവും. നമുക്ക് പവർ കിട്ടും ചെയ്യും. നമ്മൾ പോണ ആരും അറിയില്ല കാര്യമായിട്ട്. അങ്ങനത്തെ രീതിയിലുള്ള വണ്ടിയാണിത് 5 സ്പീഡ്. പിന്നെ വില അത്യാവശ്യം 2 ലക്ഷം റുപ്യൻ്റെ മുകളിൽ 5 സ്പീഡ് ഉള്ളൂ. 5 സ്പീഡ് നിങ്ങൾ ചോദിച്ചു വരാണ്. സാധനങ്ങളെല്ലാം ഉള്ള വണ്ടിയാണിത്. പിന്നെ മുകളിൽ ഇപ്പോൾ കാർബറേറ്റർ 26 തൊട്ടാണ്. പിന്നെ മുകളിൽ 4 സ്പീഡിൻ്റെ 5 സ്പീഡിൻ്റെ കാർബറേറ്റർ ഇതിൻ്റെ കൂടെ ഉണ്ട്. നമുക്ക് വർക്കിങ്ങിലൊക്കെ പെർഫെക്റ്റ് വർക്കിംഗ് കിട്ടണം എന്നുള്ള രീതിയിൽ നമ്മൾ കാർബറേറ്റർ മാച്ച് ആക്കിയപ്പോൾ ഇത് ഡയറക്റ്റ് വർക്കിംഗ് ആണ്. അപ്പോൾ നമ്മൾ അത് എന്താണെന്നുള്ളത് നിങ്ങൾ വണ്ടി വാങ്ങാൻ വരുമ്പോൾ ഈ വണ്ടി ചോദിച്ചാൽ നമ്മൾ കാര്യങ്ങളൊക്കെ കറക്റ്റ് പറഞ്ഞു തരും നിങ്ങൾക്ക്. ഇപ്പോൾ വണ്ടി കാര്യങ്ങൾ അടുത്ത വണ്ടി 5 സ്പീഡാണ്. നമുക്ക് KL 05 വണ്ടിയാണ്. ഡിസ്ക് ചെയ്തിട്ടുണ്ട്, ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട്, ഫോർക്ക് ബൂട്ട് വെച്ചിട്ടുണ്ട്. 5 സ്പീഡ് തന്നെ. 5 സ്പീഡ് തന്നെ. ഒറിജിനൽ 1L7 5 സ്പീഡാണ്. ഒറിജിനൽ 5 സ്പീഡ്. ഒറിജിനൽ 5 സ്പീഡാണ്. കാർബറേറ്റർ സിലിണ്ടർ കാര്യങ്ങളൊന്നും ഒറിജിനൽ അല്ല കേട്ടോ. കാർബറേറ്ററൊക്കെ 4 സ്പീഡിൻ്റെ ആണ് ഉള്ള പോലെ. പക്ഷേ വണ്ടി നമ്മളൊരു 4 സ്പീഡിൻ്റെ വിലക്ക് പെട്രോൾ ഇല്ല. ഗുഡ്, വെൽ ഡൺ. പെട്രോൾ ഇല്ല, അതുകൊണ്ട് നമ്മൾ ഇനി കിക്ക് അടിക്കില്ല. അത് അടുത്ത വണ്ടി പോകുന്നുണ്ട്. അപ്പോൾ അടുത്ത വണ്ടി നമ്മുടെ അടുത്തുള്ള എല്ലാ വണ്ടിയിലും പെട്രോൾ ചില സമയത്ത് ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് ഇത് ടെസ്റ്റ് റൈഡിന് പോയിട്ട് തിരിച്ച് വരുമ്പോൾ ഓഫാകും. ഓഫായി കഴിഞ്ഞാൽ അവിടെ വെക്കും, കസ്റ്റമറോട് വെക്കും, നമ്മളെ സ്റ്റാഫ് എടുത്ത് ഉള്ളിൽ വെക്കും. പിന്നെ അത് നോക്കാൻ ഇല്ലാത്ത വണ്ടി ആയതുകൊണ്ട് അറിയില്ല പെട്രോൾ ഇല്ലാത്ത. അടുത്ത വണ്ടി ഇത് പെട്രോൾ കാര്യങ്ങളെല്ലാം ഇപ്പോൾ ചെറിയ വർക്ക് 5 സ്പീഡ് കൺവേർട്ട് ചെയ്താണ്. ഗിയർ ബോക്സ് കാര്യങ്ങൾ ചെയ്താണ്. 4 സ്പീഡ് വണ്ടി 5 സ്പീഡ് കൺവേർട്ട്. ചെറുതായിട്ട് സൈലൻസർ ഓപ്പൺ ചെയ്താണ്, അതിൻ്റെ ഒരു സൗണ്ടാണ്. ചെറിയൊരു വൈബ്രേഷൻ ഉണ്ട്. എങ്ങനെ മോഡൽ എങ്ങനെ വരുന്നത്? ഇത് KL 14A ആണ്. 96 കഴിഞ്ഞിട്ട് ഏകദേശം കാസർഗോഡ് വണ്ടി. ഒറിജിനൽ കേരളമാണ്. 96 മോഡൽ വണ്ടി കേട്ടോ. 96G RXG ആണ്. RXG കൺവേർട്ട് ചെയ്താണ്. ഓടിക്കാൻ സ്മൂത്ത് ആണ്. ഗിയർ ബോക്സ് മാറ്റിയാണ്. 5 സ്പീഡിൻ്റെ കവർ ഇട്ടാണ്, ക്യാറ്റ് ഇട്ടാണ്. അത്യാവശ്യം വർക്ക് എടുത്ത വണ്ടിയാണ്. ഈ കാണുന്ന 5 സ്പീഡ് കൺവേർട്ട് ചെയ്താൽ ഏകദേശം 2 ലക്ഷം റുപ്യ ബജറ്റിലെ മുകളിൽ നമ്മുടെ അടുത്തുള്ള വണ്ടികളുള്ളൂ. അതുകൊണ്ട് 5 സ്പീഡ് ചെയ്യണതിൽ
നമ്മൾ ക്യാറ്റ് പൈസ്പിൻ്റെ കവറ് കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ചെയ്തൊരു വണ്ടിയാണ് കേട്ടോ. അത്യാവശ്യം സാഹചര്യത്തിൽ ഇപ്പോൾ ഒരു 135 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 100 എടുക്കുകയാണെങ്കിൽ ഏകദേശം എത്ര ബഡ്ജറ്റ് കണ്ടുവരും? 100 അതാണ് ഏറ്റവും കാര്യമായിട്ട്. നമ്മൾ 100 ആണെങ്കിൽ ഒരു 1 lakh 110 ആ റേഞ്ചിൽ ഒരു 100 വരും. അത്യാവശ്യം ഇഞ്ചിൻ സൈഡ് പക്കയായിരിക്കും, പേപ്പർ ക്ലിയർ ആയിരിക്കും. 35 ആകുമ്പോൾ 110 120 കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് ചില സമയത്ത് 110 20 ഉണ്ടാവും. പക്ഷേ നിങ്ങൾ പ്രതീക്ഷിച്ച് എപ്പോഴും കുറച്ച് കൂടുതൽ പ്രതീക്ഷിച്ച് വരും. നമ്മുടെ വണ്ടി എടുക്കാൻ വരുമ്പോൾ നിങ്ങൾ ഏറ്റവും ബേസ് മോഡൽ വണ്ടി എടുക്കാൻ വരരുത്. 110 100 ഓക്കെയാണ്. പക്ഷേ നിങ്ങൾ ട്രൈ ചെയ്യുക 125 റേഞ്ചിൽ ഒരു വണ്ടി എടുക്കാൻ വരുമ്പോൾ നമുക്ക് നല്ലൊരു വണ്ടി നിങ്ങൾക്ക് തരാൻ കഴിയും. റീസ്റ്റോർ ചെയ്ത വണ്ടി എടുക്കേണ്ട പക്ഷേ അത് റീസ്റ്റോർ കണ്ടീഷൻ്റെ രീതിയിലുള്ള കണ്ടീഷനിലുള്ള വണ്ടി നമ്മൾ നിങ്ങൾക്ക് സെറ്റാക്കി തരും. ഓക്കെ. അടുത്ത വണ്ടി നമുക്ക് KL 77B വണ്ടിയാണ്. പേപ്പർ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നോക്കി എഴുതി വെക്കേണ്ട അവസ്ഥയാണ്. ഇതിൽ ഓർമ്മ ഉണ്ടാവില്ല. അത്രയും വണ്ടികൾ 97 മോഡൽ വണ്ടിയാണ്. ഓക്കെ. ഏകദേശം 2030 വരെ പേപ്പർ ഉണ്ട് കേട്ടോ. FC 2004 വർഷം പേപ്പർ ഉണ്ട്. 5 വർഷം. 5 വർഷം. ഇപ്പോൾ 2026 തുടങ്ങിയിട്ടില്ല. അപ്പോൾ 5 വർഷം ഏകദേശം ഉണ്ട്. ഇപ്പോൾ അടുത്ത് റിന്യൂവൽ എടുത്ത വണ്ടിയാണ്. ഓക്കെ. ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടാക്കി ട്രൈ ചെയ്യുക. 2 കിക്ക് അടിച്ചോളുന്നുണ്ട്. ഉള്ളിൽ കയറാനുള്ള ഗ്യാപ്പില്ല. മോഡൽ 97 ആണ്. സൈലന്റ് ആണ്. സൈലന്റ് ആണ്. ബ്ലൂടൂത്ത് സൈലന്റ് ആണ്. ഇതൊക്കെ സൈലന്റ് നോർമൽ സ്റ്റോക്ക് കണ്ടീഷൻ വണ്ടി. ഓക്കെ. ഇപ്പോൾ കൊടുക്കുന്ന എല്ലാ വണ്ടികളും എഞ്ചിൻ പണി കഴിഞ്ഞിട്ടല്ല ഇപ്പോൾ കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എഞ്ചിൻ പണി ഇപ്പോൾ നമ്മൾ ആ വണ്ടി ഇതുവരെ സ്റ്റാർട്ടാക്കിയ വണ്ടിയൊക്കെ നമ്മൾ പക്കാ സൈലന്റ് ആണ്. നമ്മളിവിടുന്ന് സ്റ്റാർട്ടാക്കുന്നുണ്ട്. ഇപ്പം മുമ്പ് സ്റ്റാർട്ടാക്കാറില്ല. ഇത്ര വണ്ടി സ്റ്റാർട്ടാക്കില്ല. ഇത് സ്റ്റാർട്ടാക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞു തരും. പറയാതെ സൗണ്ട് ഇല്ല പക്കാ സൈലന്റ് എന്ന് പറയില്ല. ബജറ്റ് കുറയണനുസരിച്ച് ഡിഫറൻസ് ക്വാളിറ്റി ഡിഫറൻസ് ഉണ്ടാവും. അതൊക്കെ റീസ്റ്റോർ ചെയ്ത വണ്ടിയാണ്. അതിനനുസരിച്ച് റേറ്റ് ഉണ്ടാവും. ഈ വണ്ടി നമ്മളിപ്പോൾ സ്റ്റാർട്ടാക്കുന്നുണ്ട്. ഇത് റീസ്റ്റോർ ചെയ്ത വണ്ടിയല്ല. അടുത്ത വണ്ടി 99 മോഡൽ വണ്ടിയാണ്. നിലമ്പൂർ നമ്പറിലെ വണ്ടി. 2030 വരെ പേപ്പർ ഉണ്ട്. നല്ല വൃത്തിയുള്ള വണ്ടി. ഡിസ്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നീറ്റ് വണ്ടി. യൂണിക്കോൺ ഡിസ്ക് ഉണ്ട്. ഫോർകാർഡ് ഉണ്ട്. ഹൈറ്റ് കൂട്ടിന് സംശയമുണ്ട്. നല്ല വർക്കിംഗ് ഉള്ള വണ്ടിയാണ്. അത്യാവശ്യം പവർ ഉണ്ട്. ഷോക്ക് ഉണ്ട്. പെട്രോൾ കഴിഞ്ഞാൽ സ്റ്റാർട്ടായിട്ട് ഓഫ് ആകാൻ തന്നെ പെട്രോൾ കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നം ഉണ്ടാവുള്ളൂ. ഇത് പേപ്പർ വാലിഡിറ്റി 2030 വരെ പേപ്പർ ഉണ്ട്. 5 വർഷം പേപ്പർ ഉണ്ട്. 30 വരെ 5 കൊല്ലം പേപ്പർ ഉണ്ട്. കിങ്ങിൻ്റെ മീറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡിസ്ക് ഉണ്ട്. ഫോക്ക് ഗാർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല വർക്കിംഗ് ഉള്ള നല്ല വണ്ടിയാണ്. പക്ഷെ പക്ക പ്യൂർ സൈലന്റ് അല്ല. ചെറിയൊരു മൈന്യൂട്ട് റിങ്സിന്റെ സൗണ്ട് ഉണ്ട് വണ്ടി കേട്ടോ. എത്ര റേറ്റ് വരുന്നത്? എന്തായാലും ഈ കണ്ടീഷനിലൊരു വണ്ടി 30 പേപ്പറിൽ 130 40 ആ റേഞ്ച് വരും. കറക്റ്റ് ബഡ്ജറ്റ് നമ്മളിപ്പോൾ ഒരു വണ്ടിക്കും പറയില്ല. നമ്മൾ പറഞ്ഞേ പേപ്പറിനനുസരിച്ചാണ് വില. പേപ്പറിനനുസരിച്ച് കണ്ടീഷൻ ചെയ്യും. ഇതിന്റെ മുകളിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഓടിക്കാനുള്ള പവർ കാര്യങ്ങളൊക്കെ സെറ്റാണ്. അടുത്ത വണ്ടി ഗുജറാത്ത് വണ്ടിയാണ്. ഫുൾ റീസ്റ്റോർ ചെയ്താണ്. പിൻ ടു പിൻ റീസ്റ്റോർ ചെയ്ത വണ്ടിയാണ്. മോഡൽ അത്യാവശ്യം നല്ല വണ്ടിയാണ്. മോഡൽ 97 മോഡലാണ്. 2030 വരെ പേപ്പർ ഫിറ്റ് ആണ്. ഫുൾ റീസ്റ്റോർ ചെയ്ത് നല്ല വർക്കിംഗ് ഉള്ള നല്ല വണ്ടി. പെട്രോൾ കാര്യങ്ങളാണ് നമ്മളെ വിഷയം. ഞാൻ അടുത്ത വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റാഫിനോട് മുമ്പേ സ്റ്റാർട്ടാക്കി പെട്രോൾ ചെക്ക് ചെയ്യാൻ പറയും. ഓക്കെ. പെട്രോൾ കാര്യങ്ങളൊക്കെ നല്ല ബീറ്റുള്ള നല്ല ദമ്മുള്ള വണ്ടി. നല്ല പവർ ഉണ്ട്. കളർ കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ബാക്കി ഗ്രാഫിക്സ് ചെയ്തിട്ട് പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞ് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുള്ള വണ്ടിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് 160+ റേഞ്ച് വരും. ഓപ്പണായിട്ട് കാര്യങ്ങളൊക്കെ ഓക്കെ ആണ്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് എടുത്ത് യൂസ് ചെയ്യാൻ പറ്റിയൊരു കണ്ടീഷനുള്ള വണ്ടിയാണ് കേട്ടോ. നോർമൽ സ്റ്റാർട്ട് ആകുമ്പോൾ തന്നെ വണ്ടിയുടെ പവർ നമുക്ക് മനസ്സിലാവും. പവർ എക്സോസ് നോട്ട് കേൾക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് അത് മനസ്സിലാവും. അത്യാവശ്യം നല്ല പവറുള്ള വണ്ടിയാണ്. ഓടിച്ച് നോക്കിയിട്ട് ആരും പവർ കമ്മി അങ്ങനത്തെ രീതി ചിന്താഗതി വരില്ല. നമുക്ക് ഇവിടുന്ന് സെറ്റ് ഇങ്ങനെ പറഞ്ഞാലോ? സെറ്റ് ഇവിടുന്ന് പറയാം. നമുക്ക് KL 85 വരുന്ന വണ്ടി. KL 85 പുതിയ രജിസ്ട്രേഷൻ ചെയ്താണ്. ഫുൾ റീസ്റ്റോർ ചെയ്ത വണ്ടിയാണ്. 97 മോഡൽ. അത് നമ്മൾ 5 സ്പീഡിൻ്റെ ഡിസ്ക് ഇതിന് 5 സ്പീഡിൻ്റെ കവർ ചെയ്യാനുള്ളതാണ്. ഇത് വർക്കിംഗ് കാര്യങ്ങളൊക്കെ നൈസ് വർക്കിംഗ് ആണ്. ചേമ്പർ ആണല്ലേ? അതിപ്പോൾ ഒരു വീഡിയോ കളിക്കുന്നുണ്ട്. ഒരാളിങ്ങനെ പറയും RX100 ഫുൾ ഷോട്ട് ഇങ്ങനെ പിന്നെ ടോ എന്നാണ് 3 പൊട്ട്. അതേ കറക്റ്റ് ഫീലാണ്. കറക്റ്റ് ആ ഫീലാണ്. ഡ്രോയിങ് നല്ല അടിപൊളി. ചേമ്പറല്ല, ഒറിജിനൽ സൈലൻസറാണ്. മഫ്ലർ ചെയ്താണ് നമ്മൾ. മൈസൂർ മഫ്ലറാണ്. ഒറിജിനൽ സൈലൻസർ ആയതുകൊണ്ട് ബീറ്റിൽ ദമ്മുള്ള ബീറ്റ്. 5 സ്പീഡിന്റെ കവർ ചെയ്യാണ്ട് ഇതൊക്കെ ചെയ്തു വരും. അത്യാവശ്യം ട്യൂണിങ് പക്കയാണ്. അടിപൊളി വണ്ടി. ഒന്നും നോക്കാനില്ല, ഒന്നും ചെയ്യാനില്ല. KL ആക്കിയ വണ്ടി കൂടിയാണ്. പേപ്പർ സൈഡ് നമ്മൾ ക്ലിയർ ആക്കിയാണ്. ഇതിനെ മുകളിൽ എക്സ്ട്രാ ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ റീസ്റ്റോറേഷൻ അല്ലാതെ നമ്മൾ ഡിസ്ക് 5 സ്പീഡിന്റെ കവർ KL രജിസ്ട്രേഷൻ നമ്മൾ ആക്കിയാണ്. ഒക്കെ ചെയ്തൊരു വണ്ടിയാണ്. സെറ്റ് നമുക്ക് ഇവിടുന്ന് പോയി കാണുന്ന വണ്ടികൾ ഇത്രയും വണ്ടികളുണ്ടെങ്കിൽ നമുക്ക് കാണുന്ന വണ്ടിയിൽ നമുക്ക് 230 ആ റേഞ്ച് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ. ഓരോ വണ്ടി കണ്ടീഷൻ അനുസരിച്ച് ഡിഫറൻസ് ഉണ്ടാവും. ചില വണ്ടി കുറഞ്ഞതും വരലുണ്ട്. പക്ഷെ അത് ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കില്ല. എന്നാൽ കുറഞ്ഞ വണ്ടി അടുത്ത വണ്ടി ഗുജറാത്ത് വണ്ടിയാണ്. അത്യാവശ്യം പേപ്പർ ഉണ്ട്. 29 വരെ പേപ്പർ ഉണ്ട്. അപ്പാച്ചിൻ്റെ ഡിസ്ക് ഉണ്ട്. മോട്ടോ ഡി ടയർ കാര്യങ്ങളുണ്ട്. വീലുണ്ട്.
ഫ്രണ്ടും ബാക്കും ഹൈറ്റ് ചെയ്തതിന് അത്യാവശ്യം നല്ല വർക്കിംഗ് ആണ്. 240 റേഞ്ച് വരുന്ന വണ്ടിയാണ്. ഓക്കെ, നമ്മൾ കമ്പാരിസൺ നോക്കുമ്പോൾ നമുക്ക് വണ്ടിയുടെ കണ്ടീഷൻ അനുസരിച്ച് റേറ്റ് ഇടാം. നിങ്ങൾ വരികയാണെങ്കിൽ ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിൾ ആണ്, ചെയ്തുതരും. അതേ സ്ഥാനത്ത് നമുക്ക് ആ റേഞ്ചിൽ അതിൽ ചെറിയ എമൗണ്ട് കൂട്ടിയിട്ട് നമുക്ക് കേരള വണ്ടി ഉണ്ട്, കിങ്ങിൻ്റെ കവറുണ്ട്, അപ്പാച്ചി ഡിസ്ക് ഉണ്ട്, നല്ല പവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം ബ്ലൂ കളറാണ്. സൈലൻസർ കാര്യങ്ങളൊക്കെ ഓയിയാണ് ഇതിൻ്റെ മുകളിലുള്ളത്, ജെറ്റിൻ്റെ മുകളിൽ. അങ്ങനെ നല്ല വണ്ടി. അടുത്ത വണ്ടി KL 65 നമ്പറായ വണ്ടിയാണ്. 2030 വരെ പേപ്പർ ആക്കിയാണ്. 240 ഉള്ളിൽ ചെയ്യാനുള്ള വണ്ടിയാണ്. നോക്കിയിട്ട് ബജറ്റിൽ ഒതുങ്ങി ചെയ്തുതരും. അടുത്ത വണ്ടി KL 11 കോഴിക്കോട് വണ്ടിയാണ്. ഓക്കെ, നല്ല വർക്കിംഗ് ആ ചേമ്പർ കാര്യങ്ങളൊക്കെ. ആ, 5 സ്പീഡ് കവറേജ് അതാ 5 സ്പീഡാണോ? ഇല്ല, കവറുള്ളൂ. കവർ. ഓക്കെ, ചേമ്പർ കാര്യങ്ങളൊക്കെ ചെയ്താണ്. അത്യാവശ്യം പവറുണ്ട്. കാല് ഒരു മിനിറ്റ് കേട്ടോ, സ്റ്റാർട്ട് ആക്കാനുള്ള പ്രശ്നമില്ല. നോട്ടില്ല, കിക്ക് അടിക്കാനുള്ളൊരു ഗ്യാപ്പില്ല. അത്യാവശ്യം പവറുള്ള നല്ലൊരു വണ്ടിയാണ്. വണ്ടിക്ക് എങ്ങനെയാണ് സ്റ്റാർട്ടിങ് വരുന്നത്? ജെറ്റ് 230 ആ റേഞ്ച് വരും നമുക്ക് സ്റ്റാർട്ടിങ്. അത്യാവശ്യം നല്ല കണ്ടീഷനിൽ വണ്ടിയാണ്, ആ റേഞ്ച് വരും. അടുത്ത് നമുക്ക് 5 സ്പീഡ് കൺവേർട്ട് ചെയ്ത് വണ്ടിയാണ്. മട്ടാഞ്ചേരി രജിസ്ട്രേഷൻ 43 എൻ്റെ ഓർമ്മയിൽ. യൂണിക്കോണിൻ്റെ ഡിസ്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല വർക്കിംഗ് ആണ്. അത്യാവശ്യം നീറ്റ് വണ്ടി. പെട്രോൾ തീർന്ന വണ്ടിയായിരുന്നു. അപ്പോൾ പെട്രോൾ ഇപ്പോൾ ഒഴിച്ചാണ് നമ്മൾ, അതുകൊണ്ടാണ് സ്റ്റാർട്ടിങ് കുറച്ച് ഡിലേ. പെട്രോൾ തീർന്നു കഴിഞ്ഞാൽ പിന്നെ സ്റ്റാർട്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ചോക്ക് വലിച്ചിട്ട് അടിക്കേണ്ടി വരും. 5 സ്പീഡ് അല്ലല്ലോ, 5 സ്പീഡ് കൺവേർട്ട് ചെയ്ത് RPM കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. മീറ്റർ കാര്യങ്ങളൊക്കെ റെഡിയാക്കി നിങ്ങൾക്ക് തരും. മീറ്ററിൻ്റെ സൂചി വെട്ടിയാണ്. ഒറിജിനൽ മീറ്ററാണ്, 2 ഒറിജിനൽ മീറ്ററാണ്. RPM നല്ല ദമ്മുള്ള വണ്ടി കൂടിയാട്ടോ. സൂചി ട്രാക്കാണ്, പക്ഷേ വണ്ടിയുടെ മീറ്റർ വർക്കിംഗ് ആണ്. ഒറിജിനൽ മീറ്റർ ആണല്ലേ? ഒറിജിനൽ മീറ്ററാണ്. അതൊക്കെ മീറ്റർ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ക്ലിയർ ആക്കി തരിക. ഓക്കെ, എങ്ങനെ ആസ്കിങ്? ഇത് 3 ലക്ഷം രൂപ റേഞ്ച് വരും. അത്യാവശ്യം 5 സ്പീഡ് കൺവേർട്ട് ചെയ്താണല്ലേ? 5 സ്പീഡ് കൺവേർഷൻ, അതേപോലെ കേലാക്കി വണ്ടി. അങ്ങനെ എൻ്റെ വണ്ടി നീറ്റ് വണ്ടിയാണ്, നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. അതുകൊണ്ട് അതിലൊന്നും നോക്കാനില്ല, നിങ്ങൾക്ക് എടുക്കുക ഓടിക്കുക, ആ രീതിയിലുള്ള വണ്ടികളാണ്. ഓക്കെ, അടുത്ത വണ്ടി 100 135 കൺവേർട്ട് ചെയ്ത വണ്ടിയാണ്. ഇവിടെ ഒരു KL 07 വണ്ടിയുണ്ട്. അത്യാവശ്യം 2030 വരെ പേപ്പറിലാണ്. അതൊക്കെ ഇപ്പോൾ വന്ന വണ്ടിയാണ്. ഒറിജിനൽ കേരള അല്ലേ? ഒറിജിനൽ കേരള. 100 നമ്മളത് കൂടുതൽ ഒറിജിനൽ കേരള വണ്ടിയാണ്. ഇത് 35 കൺവേർട്ട് ചെയ്ത വണ്ടിയാണ്. 130 റേഞ്ച് നമ്മൾ ആസ്കിങ് ആണ്, നെഗോഷ്യബിൾ ആണ്. ഡിസ്ക് കാര്യങ്ങളുണ്ട്, നല്ല പവറുള്ള നല്ല അടിപൊളി വർക്കിംഗ് ഉള്ള വണ്ടിയാണ്. SDVയിലുണ്ട് ഒറിജിനൽ കേരള. അതേപോലെ തന്നെ KL 13 ABCD ഒന്നും വരില്ല. നമ്പർ പ്ലേറ്റ് കാണുമ്പോൾ ഒരു രസമുള്ളൊരു നമ്പർ പ്ലേറ്റ്. അടുത്ത വണ്ടി KL 03ലാണ്, 18 16. ഇനി ബാക്കി ലിസ്റ്റ് നമ്മൾ നോക്കേണ്ടി വരും, അതുകൊണ്ട് ഓർമ്മയിലില്ല ബാക്കിയുള്ള ഒന്നും അങ്ങോട്ട്. ഇതൊക്കെ 100 അല്ലേ? ഈ 5-6 വണ്ടിയൊക്കെ 100 അല്ലേ വരുന്നത്? 100. ഇത് 100, ഇത് ജപ്പാൻ 100. ഇത് നോർമലി ഞാൻ പറഞ്ഞുതരാം. ഇത് അത്യാവശ്യം KL 03ലെ വണ്ടി അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്താണ്. നോർമൽ ബജറ്റിന് പുറത്താണ്. ജപ്പാൻ സീരീസ് വണ്ടി ആകുമ്പോൾ നമുക്ക് നോർമൽ 100. ഈ 100 നമുക്ക് 1 രൂപേൻ്റെ ഉള്ളിൽ വരുന്നതാണ്. 29 വരെ പേപ്പർ ഉണ്ട്. KL 07 വണ്ടിയാണ്. നല്ല വർക്കിംഗ് ആണ്, പക്കാ സൈലൻ്റ് ആണ് വണ്ടി. നമ്മൾ മുമ്പ് ഇത് പക്ക KRM മലപ്പുറം വണ്ടി. മലപ്പുറം വണ്ടി നമുക്കിവിടെ KEZ-ഉം KRM-ഉം കോഴിക്കോട് മലപ്പുറമുള്ള ആൾക്കാർ ഇവിടെ നമുക്ക് കൂടുതൽ റീച്ച് അങ്ങനെയാണല്ലോ. പോല് വരുന്ന ആൾക്കാരാണ് കൂടുതൽ. അപ്പോൾ പോലിക്ക് അതിനോടൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അപ്പോൾ അതുണ്ട്. അടുത്ത വണ്ടി KL 07. ഇത് 29 വരെ പേപ്പർ ഉണ്ട്. ഇത് 29 KRM 29 വരെ പേപ്പർ ഉണ്ട്. രണ്ടും നല്ല അടിപൊളി ഇഞ്ചൻ വർക്കിംഗ് ആണ്. KL 07ൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് തന്നെ ഒരാൾ അഡ്വാൻസ് തന്നേന്. പിന്നെ മൂപ്പര് കുറച്ച് കഴിഞ്ഞപ്പോൾ മൂപ്പർക്ക് ഈ വണ്ടിനെക്കാട്ടിയും കുറച്ചും കൂടി വൃത്തിയുള്ള വണ്ടി വേണം. ഫസ്റ്റ് അഡ്വാൻസ് തരുമ്പോൾ പുറത്ത് ബജറ്റ് ടൈറ്റാന്ന് തോന്നുന്നുണ്ട്. എന്നിട്ട് കുറഞ്ഞ ബജറ്റ് വണ്ടി. പിന്നെ മൂപ്പര് ഫുൾ റീസ്റ്റോർ ചെയ്ത് ഒരു അടിപൊളി വണ്ടി എടുത്ത്. അടുത്ത KL 06 ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്ത വണ്ടി KL 07Gയിലൊരു വണ്ടിയുണ്ട്. 27-28 വരെ പേപ്പർ ഉണ്ട്. നമ്മൾ നിർത്തി പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ഒരു ഹാഫ് റീസ്റ്റോറേഷൻ ചെയ്തൊരു വണ്ടിയാണ്. ഫുൾ പിൻ ടു പിൻ ചെയ്തതല്ല. അത്യാവശ്യം നീറ്റാണ്, വർക്കിംഗ് കാര്യങ്ങൾ ഓക്കെ ആണ്. ധൈര്യമായിട്ട് എടുക്കാനുള്ളൊരു വണ്ടി, ഒറിജിനൽ വണ്ടി കേരള. ഇപ്പോൾ ഉള്ള എല്ലാ വണ്ടികളും കണ്ടീഷൻ ആക്കിയിട്ടാണ് കൊടുക്കുന്നത് അല്ലേ? ഇപ്പോൾ എല്ലാ വണ്ടി കണ്ടീഷൻ. ഇപ്പോൾ ഇതിലിപ്പോൾ ഇവിടെ കാണുന്ന വണ്ടിയിൽ നമുക്ക് ഇത് KRN ആണ്. ജപ്പാൻ വണ്ടി റിന്യൂവൽ എക്സ്പയർ ആയതാണ്. നമ്മൾ ഇനിയിപ്പോൾ റിന്യൂവൽ എടുത്തിട്ടാണ് കൊടുക്കുക. നമ്മളിപ്പോൾ വാങ്ങിയ ആൾ റിന്യൂവൽ കാര്യങ്ങൾ ക്ലിയർ ആക്കി തരാമെന്ന് നമുക്ക് പറഞ്ഞ്. അപ്പോൾ റിന്യൂവൽ നമുക്ക് പോലെ എടുത്ത് തരും, നമ്മൾ കൊടുക്കുക. അങ്ങനത്തെ രീതിയിൽ നമ്മൾ ചെയ്യുന്നത്. FC പെൻഡിങ്ങിലാണ്. നമ്മൾ ക്ലിയർ ആയിട്ട് പാർട്ടിക്ക് കൊടുക്കുള്ളൂ. 12 വണ്ടി അതിൻ്റെ ഡീറ്റെയിൽ ചെക്ക് ചെയ്യാണ്ട്. ഓക്കെ, അടുത്ത വണ്ടി KL 07 വണ്ടി 100 ആട്ടോ. അത്യാവശ്യം നീറ്റ് വണ്ടിയാണ്. ലിസ്റ്റ്
ലിസ്റ്റ് നോക്കാം. ഇനി നമുക്ക് ലിസ്റ്റ് നോക്കാം, മടിക്കാതെ നോക്കിയിട്ട് ഇങ്ങനെ ഓരോന്ന് ഞാൻ പറഞ്ഞു തരാം. RX 100 അത്യാവശ്യം വർക്ക് കഴിഞ്ഞൊരു വണ്ടിയാണ്, അത്യാവശ്യം ബഡ്ജറ്റ് വരുന്നതാണ്. പേപ്പർ ഇതിലില്ല, അതുകൊണ്ട് M-Parivan ഇപ്പോൾ തീരെ കിട്ടുന്നില്ല. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് നമുക്ക്. M-Parivan കിട്ടാത്തതിൻ്റെ നല്ല ബുദ്ധിമുട്ടുണ്ട്. അടുത്ത വണ്ടി ഇത് 2027 വരേണ്ടത്, ഇത് ഫുൾ റീസ്റ്റോർ ചെയ്ത വണ്ടിയാണ്. 27 വരെ പേപ്പറുണ്ട്. കുറച്ചുകൂടെ 100 കൂടുതലായിട്ടുണ്ടല്ലേ? 100 കുറച്ച് മുമ്പ് വരെ നമുക്ക് 100 ഇൻക്വയറി കുറവേനി. മുമ്പ് 135 നമ്മൾ പഴയ വീഡിയോ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 135 എല്ലാവരും ചോദിച്ചു വരുന്നത്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഏജ് കൂടിയ ആൾക്കാർ, ഇപ്പം നമ്മൾ രാവിലെ വീഡിയോ എടുക്കുമ്പോൾ 3 ടീം വന്നതിൽ നീ നോക്കിയോ, ഒന്ന് 65 വയസ്സുള്ള ഒരാളുണ്ട് അതിൽ. അപ്പോൾ നമ്മൾ ഡെലിവറി കൊടുക്കുന്ന വണ്ടിയും 65-70 വയസ്സുള്ള ആൾക്കാർ കൊടുക്കുന്നത്. അപ്പോൾ ഏജ് ആയ ആൾക്കാർ ഇപ്പോൾ വണ്ടി എടുക്കുന്നുണ്ട്. അപ്പോൾ ഓല് വന്നിട്ട് ഓൽക്ക് 100നോട് ആ മൂഡ് എന്നുകൊണ്ട് പണ്ട് ഓല് യൂസ് ചെയ്ത് RX 100 ആണ്, ആ മൂഡിലാണ്. പിന്നെ പയ്യന്മാർ പണ്ടത്തെ ജനറേഷനിലുള്ള കുറേ ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഈ പൊളിന്ന് മൈൻഡിൽ വരുന്ന ആൾക്കാർ കൂടുതലും നമുക്ക് ഫസ്റ്റ് നമ്മൾ സെയിൽ ചെയ്യും. ഇപ്പോൾ അങ്ങനെയല്ല. വണ്ടീനെ കെയർ ചെയ്യുന്ന ആൾക്കാരും വരാൻ തുടങ്ങി. ഓൽക്ക് മതി, മെല്ലെ പോയാൽ മതി എന്നുള്ള, സ്പീഡ് വേണ്ട, RX 100 മതി. പിന്നെ RX 100 ഈ ജപ്പാൻ വണ്ടിക്ക് പൊതുവേ ഒരു മാർക്കറ്റ് കൂടിയാണ്. നമുക്ക് മുമ്പത്തെ പോലെ മുമ്പേ നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ ഒരു 2000-3000 ഡിഫറൻസിൽ സെയിൽ ചെയ്തത്. ഇപ്പോൾ അങ്ങനെയല്ല. നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ 10,000-20,000 ഡിഫറൻസ് ഉണ്ട്. ജപ്പാൻ വണ്ടി കയ്യിൽ വെക്കണ തന്നെ ഒരു പാഷനായില്ല. അതാണ് അത് ആ ലെവലിൽ. ഇപ്പോൾ നമ്മളിപ്പോൾ ഡെലിവറി വീഡിയോ നിങ്ങൾ ഇതിൽ കാണും. ആ ഡെലിവറി വീഡിയോ നിങ്ങൾക്ക് കാണാം. ഇത് വാങ്ങാൻ വരുന്ന ആളൊരു 20-25 വയസ്സുള്ള ഒരു ചെറിയ ആളാണ്. പക്ഷേ അവൻ ഇതിന് മുമ്പ് രാജദൂത് ചേതക്ക് RX 100 അങ്ങനത്തെ വണ്ടിയോടെ മൂടും. അവനക്ക് ZO 135 ഒന്നെല്ലാം അവൻ്റെ മൂടും. അവനക്ക് മെല്ലെ ഇങ്ങനെ തൊട്ടോ തന്നെ പൊട്ടിച്ച് വരുന്ന ആളുകൾ കയ്യിലുള്ള വണ്ടി എടുക്കാൻ പോകുന്ന വണ്ടി റയർ ആയിരിക്കണം. അത് ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് മാറി 100 എടുക്കണേല്. പിന്നെ 100 നമ്മൾ വരുന്ന ആൾക്കാർ ഇപ്പം ബിഗിനർ ആണെങ്കിൽ നമുക്ക് ഈ RX 135 ഡയറക്റ്റ് എടുക്കുന്ന ആൾക്കാരെക്കാട്ടി കൂടുതൽ ഞങ്ങൾക്ക് ബെറ്റർ ആയിട്ട് തോന്നണം. ബിഗിനർ ആണെങ്കിൽ ഒരു 100 എടുക്കണമെന്നല്ലേ. അതുകൊണ്ട് 100 പവർ ഇല്ലാന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ ബെറ്ററാണ്. കുറേ സ്റ്റാർട്ടിങ് കാര്യങ്ങൾ കുറച്ചും കൂടി സ്മൂത്താണ് ഉണ്ടാവുക. അപ്പോൾ കിക്കറൊക്കെ കംപ്രഷൻ കുറയും. പിസ്റ്റൻ ചെറിയ പിസ്റ്റനാണ്. അപ്പോൾ സ്റ്റാർട്ടിങ് കുറച്ചും കൂടി ഈസിയാണ്. അപ്പോൾ ഫസ്റ്റ് എടുക്കുന്ന ആൾക്കാർക്ക് ഈ സ്റ്റാർട്ടിങ് കാര്യങ്ങൾ ബുദ്ധിമുട്ട് വരിക. അതുകൊണ്ട് ഇതിനെപ്പറ്റി പോലും അറിയില്ല ഇത് എങ്ങനെയാണെന്നല്ലേ. ഒരാഴ്ച ഇത് തലയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ സ്റ്റാർട്ടായില്ലെങ്കിൽ ഉന്തിട്ട് സ്റ്റാർട്ടാക്കി ഞങ്ങളൊക്കെ കൊണ്ടുനടക്കുന്നുണ്ട്. ആ പാക്കേറ്റി കൊണ്ടുവന്നാൽ നമുക്ക് സങ്കടമില്ല എന്നുള്ള അവസ്ഥയാണ്. പക്ഷേ ഇത് നല്ല നീറ്റിലാകുമ്പോൾ ഒരാഴ്ച നമുക്കിത് മൈൻഡ് സെറ്റ് ഇത് എങ്ങനെ കൊണ്ടുനടക്കേണ്ടതെന്ന് കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു വണ്ടിയും ബുദ്ധിമുട്ടല്ല. അതുകൊണ്ട് SD ഇഷ്ടപ്പെടാത്ത കുറേ ആൾക്കാർ ഇപ്പോൾ SD വാങ്ങുന്നുണ്ട്. ഒരു കാലത്ത് പോലും SD കുറ്റം പറഞ്ഞ നടക്കുന്ന ആൾക്കാർ. അതുകൊണ്ട് SD അന്ന് പോലും തോന്നുന്നത് സ്റ്റാർട്ടിങ് പ്രശ്നം അത് ഇത് ഇപ്പോൾ ഇലക്ട്രോണിക് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഓടിച്ച് കൊണ്ടുനടക്കാം. അടുത്ത വണ്ടി ഇപ്പോൾ ഇത് ഗുജറാത്ത് വണ്ടി 59 മോഡൽ. അത് കഴിഞ്ഞിട്ട് അടുത്ത വണ്ടി ഇത് 86 മോഡൽ വണ്ടി കേട്ടോ. 86 മോഡൽ റീ വണ്ടിയാണ്. അത്യാവശ്യം റേറ്റിനുള്ള റീസ്റ്റോർ കണ്ടീഷനിലുള്ള വണ്ടിയാണ്. അത്യാവശ്യം ബഡ്ജറ്റ് ഉണ്ടാവും. പക്ഷേ വണ്ടി നല്ല ദമ്മ വണ്ടി നല്ല വൃത്തിയുണ്ട്, നല്ല വർക്കിംഗ് ആണ്. കാർബറേറ്റർ കാര്യങ്ങളൊക്കെ ജപ്പാൻ തന്നെയാണ്. സിലിണ്ടർ G2 സിലിണ്ടറാണ്. നല്ല വർക്കിംഗ് നല്ല വണ്ടി. അടുത്ത വണ്ടി KL10C മലപ്പുറം വണ്ടി. നല്ല സൈലൻസർ, നല്ല ബീറ്റ്, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ. ഗ്രാഫിക്സ് ഒക്കെ ആഡ് ചെയ്ത വണ്ടിയാണ്. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. നല്ല വർക്കിംഗ് ആട്ടോ വണ്ടി അത്യാവശ്യം. അടുത്ത വണ്ടി നമുക്ക് KL10C ഇത് കറക്റ്റ് റേറ്റ് ഓർമ്മയില്ല, അതാണ് പ്രശ്നം. അത്യാവശ്യം ബ്ലാക്കും ഇതൊക്കെ ഈ വണ്ടി ഇതൊക്കെ റേറ്റ് ഉണ്ടാവും. ഇതൊക്കെ 1.20 ഉള്ളിൽ വരുന്ന വണ്ടിയാണ്. 1.15 റേഞ്ച് വരുന്ന വണ്ടിയാണ്. ഇതൊക്കെ അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട്. ഞാൻ നോക്കിയിട്ട് ഇപ്പം തന്നെ പറഞ്ഞുതരാം. 1.45 ആ റേഞ്ച് വരുന്നുണ്ട്. ഇത് വർക്ക് കഴിഞ്ഞ വണ്ടിയാണ്. അതിനനുസരിച്ചുള്ള റേറ്റിൽ ഡിഫറൻസ് ഉണ്ടാവും. അടുത്ത വണ്ടി KL13 അതൊക്കെ 1.20 റേഞ്ച് വരുന്ന വണ്ടിയാണ്. കണ്ണൂർ വണ്ടി, ഒറിജിനൽ കേരള, നല്ല വണ്ടി. 100 തന്നെ 28 വരെ 10-15 സ്റ്റോക്ക് ഉണ്ട്. 100 നല്ല സെയിലുണ്ട് ഇപ്പം. അടുത്ത 100 തന്നെയാണ്. ഇതിപ്പോൾ വർക്ക് കഴിഞ്ഞ് വന്ന വണ്ടിയാണ്. അത്യാവശ്യം നീറ്റാണ്. ഇതും ആ വർക്ക് കഴിഞ്ഞ വണ്ടീൻ്റെ കണ്ടീഷൻ ആ റേറ്റിനുണ്ടാവും. അതൊന്നും അതിൻ്റെ ഉള്ളിൽ KL10C ആയാലും മറ്റൊക്കെ നല്ല ബീറ്റിൻ്റെ സൈലൻസറാണ്. നമുക്ക് KL10Cൻ്റെ സൗണ്ട് കേട്ടോക്കാം. അത് ജപ്പാൻ വണ്ടീൻ്റെ ഫീലാണ് കറക്റ്റ്. ഇത് നല്ല 6 വോൾട്ട് സൈലൻസർ, നല്ല അടിപൊളി 6 വോൾട്ട് സൈലൻസറാണ്. ജപ്പാൻ വണ്ടിൻ്റെ ആ ഫീലിംഗ് കിട്ടുന്നുണ്ട്. നല്ല ബീറ്റിൽ നല്ല വണ്ടിയാണ്. കൂടുതൽ എന്താ പറയുക, കൂടുതൽ ഇഞ്ചിൻ കഴിച്ച് പണിയാത്തൊരു വണ്ടിയാണ്. അങ്ങനെ പൊളിച്ച് നാശാക്കാത്തൊരു വണ്ടിയാണ് കേട്ടോ. അടുത്ത വണ്ടി ടൈഗറാണ്. KL04 1L6 ടൈഗറാണ്. 135
മാനുവൽ 6 ആണ്. അത്യാവശ്യം നല്ല നമ്പറാണ് കേട്ടോ. KL04F 56 ആണ്. 55 ആണെങ്കിൽ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ 2-3 വണ്ടി എത്ര മോഡല്? ഇത് മോഡൽ 98 മോഡലാണ്. ഓക്കെ, ടൈഗറാണ്. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ വണ്ടി എടുക്കാൻ വരുമ്പോൾ ചിലപ്പോൾ ഇതിലുള്ള വണ്ടികളുണ്ടാവും. ഈ വീഡിയോ നിങ്ങൾക്കൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരുന്ന ഒരു വീഡിയോ. ഇതിൽ നമ്മൾ കൂടുതൽ വണ്ടീൻ്റെ റേറ്റും കാര്യങ്ങളെല്ലാം പറയണേ. നമുക്ക് വണ്ടീൻ്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് അതൊക്കെ പറഞ്ഞു തന്നെ. 150 ആ റേഞ്ച് വരുന്നതാണ്. 2029 വരെ പേപ്പർ ഉണ്ട്. അത്യാവശ്യം നല്ല വർക്കിംഗ് കാര്യങ്ങളൊക്കെ ക്ലിയറുള്ള വണ്ടിയാണ്. പെയിന്റിങ് കഴിഞ്ഞ വണ്ടിയല്ലേ? പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ഒന്ന് സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്ത് ക്ലിയർ ആക്കിയ വണ്ടിയാണ് കേട്ടോ. ഡിസ്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ടൈഗറാണ്. കുറച്ച് അതർ സ്റ്റേറ്റ് വണ്ടികൾ നോക്കല്ലേ. 1, 2, 3, 4 ഏകദേശം ഒരു 5-6 വണ്ടി അതർ സ്റ്റേറ്റ് വണ്ടികളുണ്ട്. ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. 135 അല്ലേ? ഗുജറാത്ത് വണ്ടിയാണ് വരുന്നത്. ഓക്കെ, ഗുജറാത്ത് വണ്ടി മോഡൽ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാണെങ്കിൽ 99 മോഡൽ കോഴിക്കോടൻ വണ്ടി. ഗുജറാത്ത് KL11 99 മോഡലാണ്. 2030 വരെ പേപ്പർ വാലിഡ് ആണ്. 2030 വരെ പേപ്പർ. SGBയിൽ കാര്യങ്ങളൊക്കെ ചെയ്താണ്. NOC നമുക്ക് ഇവിടെ എടുത്ത് കൊടുക്കാം. NOC എടുത്ത് കൊടുക്കാം. നമുക്ക് മലയാളത്തിൽ നമ്മൾ NOC എടുത്ത് കൊടുക്കാൻ ഒരു പ്രശ്നമില്ല. ഏകദേശം 130 റേഞ്ച് വരുന്ന വണ്ടിയാണ്. അത്യാവശ്യം NOC കിട്ടാത്ത പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും വന്നിട്ടില്ലല്ലോ. നമ്മളിപ്പോൾ ഇതുവരെ നിലവിലുള്ള പ്രശ്നമില്ല. ഇപ്പോൾ ഇത് ഗുജറാത്ത് ആയാലും ഡൽഹി വണ്ടി ആയാലും എല്ലായിടത്തും ഒരു വാഹൻ്റെ ഒരു അപ്ഡേഷൻ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ചെറിയ ലാഗ് ഉണ്ട്. ഓക്കെ, അതെന്തായാലും ഉണ്ട്. എല്ലാവർക്കും അറിയണമാണ്. നമുക്ക് നോർമൽ വീഡിയോ കാണാൻ മനസ്സിലാവും. ആ ലാഗ് ഇപ്പോൾ റെഡിയായി വരുന്നുണ്ട്. ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമുക്ക് ഏകദേശം 10 NOC കിട്ടി. ഈ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് 2 മാസം സ്ലോ ആയിനി. അത് നമ്മളിപ്പം പൊതുവേ കേരള വണ്ടി കൊടുക്കണോ, കേരളത്തേക്ക് കൂടുതൽ നമ്മൾ കേരള വണ്ടിയെ കൊടുക്കണുള്ളൂ. ഇത് നമുക്ക് പുറത്തേക്ക് ഇപ്പോൾ എന്തെല്ലാം നല്ല സെയിലുണ്ട്. കർണാടക, തമിഴ്നാടൊക്കെ നല്ല സെയിലുണ്ട്. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ ഈ വണ്ടികൾ പ്രിഫർ ചെയ്യണുള്ളൂ. മാക്സിമം എങ്ങനെ കേരള വണ്ടി പുറത്തേക്ക് പോകണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു KL13B ഉണ്ട്, ഒരു KL9B ഉണ്ട്. ഈ 2 വണ്ടിക്ക് വേണ്ടി പുറത്തുനിന്ന് ഒരാൾ സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു KC ഉണ്ട് ഇനി ജപ്പാൻ വണ്ടി. അതിന് വേറെ ഒരാൾ സംസാരിച്ചപ്പോൾ അയാൾക്ക് ഞാൻ വേറെ വണ്ടി കൊടുക്കാൻ തന്നെ. ഇപ്പോൾ വണ്ടി അപ്പോൾ ആ ഡീൽ ക്യാൻസലായി പോയി. മാക്സിമം ഞാൻ എങ്ങനെയെങ്കിലും ഒറിജിനൽ കേരള പഴയ വിൻറ്റേജ് നമ്പറിലെ വണ്ടി പുറത്തേക്ക് പോകണമെന്ന് വിചാരിച്ച് നമ്മൾ ഹോൾഡ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ബിസിനസ്സാണ്. ചില സമയത്ത് നമുക്ക് കസ്റ്റമർ പോകുന്നുണ്ട്, ചില സമയത്ത് ആൾ വാശി പിടിച്ച് നമുക്ക് കൊടുക്കാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ മാക്സിമം 99 മോഡൽ വണ്ടിയില്ല. 99 മോഡൽ 130 റേഞ്ച് വരും. 2030 വരെ പേപ്പർ ഉണ്ട്. മേജർ സർവീസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വണ്ടിയാണ്. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീനാണ്. സൈലൻസർ മാത്രം ഒരു ആവറേജ് ഉള്ളൂ. നിങ്ങൾക്ക് നമുക്ക് ബാക്കിയുള്ള വണ്ടിയോട് കമ്പയർ ഇതിൻ്റെ അപ്പുറത്തുള്ള 160-65 റേഞ്ച് വരുന്ന വണ്ടിയുണ്ട്. GJ വണ്ടി തന്നെ. GJ വണ്ടി തന്നെയാണ്. അത് 2030-97 വണ്ടിയാണ്. ഈ വണ്ടി നമ്മൾ നോക്കുമ്പോൾ പണി ഇത് മൊത്തം കഴിച്ച് പണിത് അതിൻ്റെ മാറ്റം ഉണ്ടാവും. സ്പെയറുകൾ കുറേ മാറി. സ്പെയറുകൾ കുറേ മാറിയിട്ടുണ്ട്. ഈ വണ്ടീൻ്റെ മുകളിലും അത്യാവശ്യം സ്പെയറുകൾ മാറിയിട്ടുണ്ട്. ഇപ്പോൾ നട്ട് ബോൾട്ട് കിറ്റ് അങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ പെൻഡിങ് ഉള്ളൂ. പിന്നെ വർക്കിൻ്റെ ക്വാളിറ്റി ഡിഫറൻസ് ഉണ്ടാവും. ഈ റേറ്റ് വരുമ്പോൾ ഇത് മീറ്റർ ചാത്തനാണ്, അത് ഒറിജിനൽ മീറ്ററാണ്. അങ്ങനെ തന്നെ കാണുമ്പോൾ ഒരു നോട്ടത്തിൽ നമുക്ക് ഇത് ഇഞ്ചിൻ്റെ കവർ ഒന്ന് ബഫ് ചെയ്താൽ അതും ഒരേപോലെ തന്നെ ഉണ്ടാവുക. ഇത് കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. ഇത് ഓപ്പൺ ആയിട്ടുള്ള കാര്യമാണ്. ഞങ്ങൾ വണ്ടി ഇവിടുന്ന് വിൽക്കുന്നുണ്ട്. ഞങ്ങൾ തന്നെ പറയും, നിങ്ങൾ കുറഞ്ഞ ബജറ്റിനാകുമ്പോൾ നമ്മൾ ചെറിയ ബജറ്റിന് പെയിൻറ്റ് അടിച്ചിട്ട് വൃത്തിയാക്കി കൊടുക്കും. അത് ആക്കിയിട്ട് നിങ്ങൾക്ക് തരുമ്പോൾ റേറ്റ് കമ്മിയാവും. ഇതിപ്പോൾ അതർ സ്റ്റേറ്റ് വണ്ടിയാണ്. ഇതിന് വില നമ്മൾ 132 160+ പറയുന്നുണ്ട്. ഇത് കേരള വണ്ടി. അത് ഈ കാണുന്ന വണ്ടിയിൽ വൃത്തിയുണ്ട്. ഇത് 125. അതിനെക്കാട്ടി വില കുറഞ്ഞ് കൊടുക്കുന്നുണ്ട്. നമുക്ക് കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ കൊടുക്കും. പിന്നെ 125 ഫുൾ റീസ്റ്റോർ ചെയ്ത വണ്ടി കിട്ടുമെന്ന് ചോദിക്കുന്ന ആൾക്കാരോട് അത് കിട്ടുന്നുണ്ടാവില്ല. അതുകൊണ്ട് റീസ്റ്റോർ ചെയ്യാനുള്ള ബൈജുവന്നാറുടെ വീഡിയോ ഉണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. യൂട്യൂബ് വീഡിയോ 35 കൊല്ലം മുമ്പുള്ള വണ്ടി, 35-40 കൊല്ലം മുമ്പുള്ള RX പണിത്. ആ പണിതേൻ്റെ ബില്ല് 35 കൊല്ലം മുമ്പ്. ആ പണിതേൻ്റെ ബില്ല് 92,000 രൂപ. അതായത് സ്റ്റോക്ക് കണ്ടീഷനിൽ നോർമൽ രീതിയിൽ. ഞങ്ങളെ വർക്ക് അതിനെക്കാട്ടിയും കുറച്ചും കൂടി നല്ലതാണ് സംഭവം. ഞങ്ങളെ വലിയ വർത്തമാനമല്ല. ഷേപ്പ് കാര്യങ്ങളൊക്കെ മൂപ്പരത്തിന് എന്താ പറയുക, മൂപ്പര ആൾ RX മാത്രം പണിയുന്നതല്ല. മൂപ്പരെ നമ്മൾ കുറ്റം പറയാൻ പാടില്ല. അതുകൊണ്ട് മൂപ്പര് പ്രൊഫഷണലായിട്ട് RX മാത്രം പണിയുന്ന ആളല്ല. നമ്മൾ RX മാത്രം പണിയുന്നതുകൊണ്ട് നമ്മൾ സീറ്റിൻ്റെ ഷേപ്പ് മുതൽ ചെറിയ കാര്യങ്ങൾ അത് ചിലപ്പോൾ ഒരു 2500-3000 സാധനം ഉണ്ടാവുള്ളൂ. പക്ഷേ അതൊക്കെ നമ്മൾ ട്രൈ നോക്കും. അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ഓക്കെ, ഇത് എത്ര മോഡലായിരുന്നു? ഈ വണ്ടി നമുക്ക് വരുന്ന മോഡൽ 99 മോഡലാണ്. 99 മോഡൽ 2030 വരെ പേപ്പർ ഉണ്ട് കേട്ടോ അതും. ഓക്കെ, അടുത്ത വണ്ടി വരുന്നത് നമുക്ക് 99 മോഡൽ റീസ്റ്റോർ ചെയ്ത വണ്ടിയാണ്. നല്ല വർക്കിംഗ് കാര്യങ്ങൾ ക്ലിയറുള്ള മറ്റേ പറഞ്ഞ 160+ റേഞ്ച് വരുന്ന വണ്ടിയാണ്. ഓക്കെ, 30 വരെ പേപ്പർ ഉണ്ട്. നല്ല വർക്കിംഗ് നല്ല ക്ലിയറുള്ള വണ്ടി. അത് 160 ആ റേഞ്ച് വരും. ഓക്കെ, ഈ വണ്ടികൾ ഇപ്പോൾ കൂടില്ല. അതർ സ്റ്റേറ്റ് റേറ്റ് കൂടുതലാണ്. ഈ കേരള വണ്ടിയൊക്കെ നമ്മൾ കുറഞ്ഞാൽ പറഞ്ഞത്. പക്ഷേ ഈ വണ്ടികളെ നമ്മൾ എന്താ പറയുക, പിൻ ടു പിൻ റീസ്റ്റോർ ചെയ്താണ്. ഓക്കെ, അതിൻ്റെ മുകളിൽ നമ്മളെ ചിലവ് അത്യാവശ്യം വലിയ എമൗണ്ട് വരും. പിന്നെ അതർ സ്റ്റേറ്റ് വണ്ടി കുറഞ്ഞ് പണ്ട് നമ്മൾ കൊടുക്കുന്ന പോലെ കേരള വണ്ടിയെക്കാട്ടി 20-30-40 രൂപ കുറഞ്ഞ് കിട്ടാൻ അവിടെ വണ്ടിയില്ല. അപ്പോൾ നമ്മൾ ബിസിനസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അവിടുന്ന് നമ്മളെ സ്റ്റോക്ക് ഫില്ലായി നിൽക്കണം. അപ്പോൾ ചില സമയത്ത് നമ്മൾ അവിടുന്ന് വണ്ടി എടുക്കണമൊക്കെ നാട്ടിൽ നിന്ന് കേരള വണ്ടി എടുക്കുന്ന വിലക്കാണ്. പക്ഷേ ഈ വണ്ടിയൊക്കെ നമ്മൾ പുറത്തേക്ക് കൊടുക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. പിന്നെ നമ്മൾ ഏതെങ്കിലുമൊക്കെ വണ്ടി, ഇപ്പോൾ ഈ വണ്ടി ഉണ്ട്, ഇത് നമ്മൾ കുറച്ച് മുമ്പ് എടുത്താണ്. ഇപ്പോൾ ഈ വണ്ടി കാണുന്നത് നമുക്ക് 125 റേഞ്ച് വരുന്ന വണ്ടിയാണ്. അത്യാവശ്യം നീറ്റ് വണ്ടിയാണ്. നല്ല വർക്കിംഗ് 98 മോഡൽ വണ്ടിയാണ്. അതേപോലെ തന്നെ ഈ വണ്ടി ഉണ്ട്, അത് 120 റേഞ്ച് വരുന്നതാണ്. ഗുജറാത്ത് വണ്ടി 29 വരെ പേപ്പറിൻ്റെ കാര്യങ്ങളൊക്കെ ക്ലിയറാണ്. പക്ഷേ നമുക്ക് കുറഞ്ഞ വണ്ടി കിട്ടില്ല. അതൊക്കെ നമ്മൾ കുറച്ച് മുമ്പത്തെ പർച്ചേസാണ്. ഓക്കെ, അതുകൊണ്ട് ആ റേഞ്ചിന് കിട്ടിയ വണ്ടിയാണ്.
ഓക്കെ അടുത്ത വണ്ടി KL7 വൈൽ വണ്ടിയാണ്. ഏകദേശം 2030 വരെ പേപ്പർ ഉണ്ട്. നല്ല വർക്കിംഗ്, അടിപൊളി ബീറ്റ് കാര്യങ്ങളൊക്കെ ഗ്രാഫിക്സ് ഒക്കെ ചെയ്ത് നല്ല കളറാണ്. നമുക്ക് ഇഷ്ടമുള്ള കളറാണല്ലോ ബ്ലൂ. ഇത് 100 ആണ്. ഈ വണ്ടിൻ്റെ കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയി പറഞ്ഞതാണ്. ഇത് KL7 വൈലിലാണ്. KL7 വൈലിൽ ഒരു കാലത്തും 100 വരില്ല. അതുകൊണ്ട് 98 ആ സമയത്ത് 98 99 ആ സമയത്തുള്ള രജിസ്ട്രേഷനാണ് വൈ വരിക. ഇത് 100 ആയിരുന്നു. 89 88 മോഡൽ ജപ്പാൻ 100 ആയിരുന്നു. പക്ഷേ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ 135 ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ വർക്ക് കാര്യങ്ങൾ നമ്മൾ നോക്കിയപ്പോൾ നല്ല എഞ്ചിൻ വർക്കിംഗ് ആണ്. പെയിൻറ്റിങ് കാര്യങ്ങൾ നമ്മൾ ക്ലിയർ ആക്കി. നല്ല അടിപൊളി വർക്കിംഗ്, നല്ല പവറുള്ള വണ്ടിയാവും. പിന്നെ നമ്മൾ തൊട്ടിട്ടില്ല. പിന്നെ നമ്മൾ കയ്യിൽ വെക്കുമ്പോൾ ഒറിജിനൽ കേരള ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് KL7 വൈയിൽ ഒരു 135 കിട്ടിയാൽ അത് ഏകദേശം 28 കൊല്ലം മുമ്പ് ചെയ്ത വണ്ടിയാണ്. അപ്പോൾ 28 കൊല്ലം മുമ്പ് ചെയ്തതെന്ന് പറഞ്ഞാൽ ആ വണ്ടി ജനിച്ച് 88-ലാണ്. 10 കൊല്ലം മാത്രം പുറത്തു നിന്നിട്ടുള്ളൂ. ബാക്കി കൊല്ലം മൊത്തം കേരളത്തിലോടിയാണ്. അതുകൊണ്ട് ഇത് ഒറിജിനൽ കേരള എന്നുള്ള രീതിയിൽ ചിന്തിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഒറിജിനൽ ഇത് പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ട് ചെയ്ത വണ്ടിയാണ്. ഓക്കെ എങ്ങനെയാണ് ചോദിക്കുന്നത്? എന്തായാലും 160 അറേഞ്ച് വരും. നല്ല വർക്ക് കാര്യങ്ങൾ കഴിഞ്ഞ വണ്ടിയാണ്. അടുത്ത വണ്ടി KL45 വണ്ടിയാണ്. 135 ആണ്. ഇപ്പോൾ അടുത്ത് വന്ന വണ്ടിയാണ്. ഒന്ന് ചെക്ക് ചെയ്യാണ്ട് ചെറിയ സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് 98 മോഡലാണ്. പേപ്പർ കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ട് നമ്മൾ റേറ്റ് പറഞ്ഞത് അതിൽ എൻട്രി ചെയ്തിട്ടില്ല. അടുത്ത വണ്ടി ഗ്രാഫിക്സ് ചെയ്ത വണ്ടി ഉണ്ടല്ലോ, ഗുജറാത്ത് വണ്ടി. നമ്മൾ അപ്പുറത്ത് കണ്ട പോലത്തെ വണ്ടിയാണ്. ഫുൾ റീസ്റ്റോർ ചെയ്ത വണ്ടിയാണ്. ആ ബജറ്റിൽ വരുന്ന വണ്ടിയാണ്. അവർക്ക് കാര്യങ്ങൾ മൊത്തം തീർത്ത് വെച്ച വണ്ടിയാണ്. ഇത് ഒറിജിനൽ കേരള വണ്ടി. ഇപ്പോൾ റീസ്റ്റോർ ചെയ്ത ഒരു ഒറിജിനൽ കേരള വണ്ടി KL10D മലപ്പുറം വണ്ടിയാണ്. 65 70 ആ റേഞ്ച് വരും. ഇത് നമുക്ക് ഫുൾ റീസ്റ്റോർ ചെയ്താണ്. 70 റീസ്റ്റോർ ചെയ്ത വണ്ടികളാണൊക്കെ ഒക്കെ റീസ്റ്റോർ ചെയ്ത് പക്ക ഡിസ്ക് കാര്യങ്ങൾ ചെയ്ത് SUV കാര്യങ്ങളൊക്കെ ചെയ്തിന്. പാർട്ടി വരുമ്പോൾ ടാങ്ക് ചടുക്കർ കാര്യങ്ങളൊക്കെ ഇങ്ങനത്തെ വണ്ടി നമുക്ക് എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റത്തിൽ ചെയ്ത് കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ് കേട്ടോ. ഓക്കെ അടുത്ത വണ്ടി നമ്പറും കാര്യങ്ങളൊന്നും ഐഡിയ ഇല്ല, നോക്കേണ്ടി വരും. വൈറ്റ് വണ്ടി, നല്ല വർക്കിംഗ്, അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. ഗ്രാഫിക്സ് കാര്യങ്ങൾ RXG ടൈപ്പ് ചെയ്തതാണ്. നമ്പർ ഇല്ലാത്തതുകൊണ്ട് ഡീറ്റെയിൽ ഓർമ്മയില്ല. അടുത്ത വണ്ടി KL10D 100 ആണ്. ഇത് നല്ല വണ്ടിയാണ്. നമുക്ക് സൈലൻസറിൻ്റെ ബീറ്റ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നത്. കിക്കടിക്കാനാണ് ഇപ്പോൾ ഇവിടെ പ്രശ്നം. അടുത്ത വണ്ടി ടൈഗറാണ് നമ്മുടെ അടുത്തുള്ള ഒറിജിനൽ കേരള. അടുത്ത ഒറിജിനൽ കേരളയിൽ നമുക്ക് 2 ഡിജിറ്റ് നമ്പർ വരുന്നതാണ്. KL04F 56 135 ടൈഗറാണ്. 1L6 ടൈഗറാണ്. നല്ല വർക്കിംഗ്, നല്ല ബീറ്റിൽ നല്ല വണ്ടി കേട്ടോ. എത്ര പേപ്പർ വരുന്നത്? ഇത് പേപ്പർ നോക്കേണ്ടി വരും. അത്യാവശ്യം പേപ്പറുണ്ട്. അത്യാവശ്യം 1.5 മോഡലുള്ള വണ്ടിയാണ്. എൻ്റെ ഒരു എസ്റ്റിമേറ്റേഷനിൽ നോക്കേണ്ടി വരുന്നുണ്ട്. ടൈഗർ വളരെ ചുരുക്കം ഇറങ്ങിയ വണ്ടിയാണ്. 1L6 ടൈഗർ ഒറിജിനൽ കേരളയിലെ ടൈഗർ വണ്ടിയാണ്. കാര്യങ്ങളൊക്കെ പക്ക ക്ലിയർ ആട്ടോ. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇമ്പൾസ് ഉണ്ടാവുക. ഇമ്പൾസ് നമ്മളൊരു 5 വണ്ടി 6 വണ്ടി എന്തോ ഇമ്പൾസ് ഉണ്ട്. ഒരു രീതിയിൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു കണക്ക് ഏകദേശം 95 1 lakh റേഞ്ച് മുതൽ സ്റ്റാർട്ടിംഗ് ആണ്. 120 റേഞ്ചിൽ മാർക്കറ്റ് കൂടിയില്ല. ഇമ്പൾസ് നമുക്കിപ്പം ഇവിടെ ബാൻഡിലോസ് നടത്തിയ പരിപാടി നമ്മളെ മോട്ടോക്രോസ് സൂപ്പർ ക്രോസ് ഇവൻറ്റ് കണ്ടിട്ട് ആൾക്കാർക്ക് ഇമ്പൾസിനോട് ഇപ്പോൾ നല്ല മൂഡാണ്. അതേപോലെ ഓഫ് റോഡ് ടൂറിങ് ടൈമാണല്ലോ ഈ ഡിസംബർ സമയം. ആ സമയത്തൊക്കെ എല്ലാവരും ടൂർ പോകുന്ന സമയമാണല്ലോ. അപ്പോൾ നമുക്ക് ഈ വണ്ടി നല്ല രീതിയിൽ എല്ലാവരും ഇതൊക്കെ നല്ല വർക്കിംഗ് ഉള്ള നല്ല പക്ക വണ്ടി കേട്ടോ. ബോഡി ഗാർഡ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ പെയിൻറ്റ് അടിച്ചിട്ട് താഴെ ടച്ച് ചെയ്യാനുള്ള കാര്യങ്ങൾ പെൻഡിങ് ഉണ്ട്. ഓക്കെ, എക്സ്ട്രാ ഒന്നും ചെയ്തില്ല. അതിൽ ചില വണ്ടി നമ്മൾ എക്സോസ്റ്റ് ഓപ്പൺ ചെയ്യാത്തുണ്ട്, ചിലത് ഹൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇമ്പൾസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ സെക്കൻഡറി ഓപ്ഷൻ ഇല്ല, നമ്മൾ തന്നെ ഇമ്പൾസ് ചെയ്യേണ്ടുള്ളൂ. നിങ്ങളിവിടെ വന്ന 5ഓളം വണ്ടി നമ്മുടെ അടുത്ത് ഇപ്പോൾ ഉണ്ട്. 5 അല്ലെങ്കിൽ 6 വണ്ടി നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട്. 6 വണ്ടി ഇല്ല, ഇമ്പൾസ് ഉണ്ടാവില്ല. ഇപ്പോൾ ഇമ്പൾസ് സെയിലും കൂടുതലാണ് നമുക്ക്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇമ്പൾസ് സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഒരു 3.5-4 മാസം മുമ്പ് വരെ നമ്മൾ ഇമ്പൾസിൻ്റെ കാര്യങ്ങൾ കുറച്ച് ലേക്കേനി, സെയിൽ കുറവേനി. ഇപ്പോൾ എല്ലാവരും ഇമ്പൾസ് ചോദിച്ചു വരുന്നുണ്ട്. അതേപോലെ ഒരു വണ്ടി നമ്മൾ റീസ്റ്റോറേഷനിൽ 6 വണ്ടി റീസ്റ്റോറേഷനിലാണ്. ഒക്കെ സെറ്റാക്കിയിട്ട് നമ്മൾ ഇറക്കും. ഓക്കെ, നമ്മളൊരു ഡെലിവറി പോവുകയാണ്. റോഡിക്കും കിട്ടാം, നമുക്ക് നാട്ടിൽ തന്നെ കിട്ടാനില്ല. അങ്ങനെ നമ്മൾ പുറത്തുനിന്ന് ഗുജറാത്തിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നാണ് പണിയെടുത്ത് സെറ്റാക്കിയിട്ട് നാട്ടിൽ കൊടുക്കാം. പക്ഷേ നാട്ടിലുള്ള ആൾക്കാർ വാങ്ങണ മുമ്പ് തന്നെ പുറത്തുള്ള ആൾക്കാർ വാങ്ങിപ്പോയി.
ഇത് അതർ സ്റ്റേറ്റിലേക്ക് നമ്മൾ കൊടുത്താണ്, വണ്ടി ലോഡ് ചെയ്ത് ഇന്ന് വിടുകയാണ്. 3 മാസം മുമ്പേ നമുക്ക് അഡ്വാൻസ് ചെയ്ത് ബുക്ക് ചെയ്തേനി. അപ്പോൾ വർക്ക് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് നമ്മൾ GJ വണ്ടിയാണ്. ഒറിജിനൽ റോഡിക്കിംഗ് ആണ്, 95 വരുന്ന ഇലക്ട്രോണിക് റോഡിക്കിംഗ് ആണ്. മൊത്തം വർക്ക് കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കിയ വണ്ടിയാണ്. നിർത്തിയിട്ടാണ്, ആൾ ഗൾഫിൽ എന്തോ ആണ്. അപ്പോൾ ഫസ്റ്റ് പേയ്മെൻറ്റ് ചെയ്ത് എനർജി കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കിയിട്ട് കയറ്റി വിടാണ്. ഇപ്പോൾ ഇന്ന് ഇവിടുന്ന് ഗതി പോകും, ഗതിയിൽ നിന്ന് നേരെ പോലെ നാട്ടിലേക്ക്. ട്രെയിനല്ല, ബൈ റോഡാണ് പോവാം. അത് ആർക്കും എങ്ങനെ താല്പര്യം അങ്ങനെ നമ്മൾ ബുക്ക് ചെയ്യാം. അത് സെൻട്രൽ സ്റ്റാൻഡ് ഇടുന്നല്ലേ, സെൻട്രൽ സ്റ്റാൻഡ് ഇടുന്നല്ലേ. ഇതാണ് വണ്ടിയുടെ ഒരു ടോട്ടൽ ലുക്ക്. വെച്ചാൽ മതി. ആ ഭാഗത്തേക്ക് ലോഡ് നല്ലോണം കെട്ടി അല്ല, ഒക്കെ ഒറിജിനൽ 95 ഇലക്ട്രോണിക് ആണ് കേട്ടോ. നല്ല ബീറ്റൊക്കെ അടിപൊളി. സ്റ്റാർട്ടാക്കി കേൾപ്പിച്ചോ, ജസ്റ്റ് സ്റ്റാർട്ടാക്കി കേൾപ്പിച്ചെന്നാ ഒരു മിനിറ്റ്. ഒരു ജസ്റ്റ് എന്താ പറയുക, വണ്ടി പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിന് സൗണ്ട് കേൾക്കാൻ കഴിയില്ല. ഒറ്റ പമ്പ് ചാവി ഓണാക്കിയാൽ വണ്ടി സ്റ്റാർട്ടാവുള്ളൂ കേട്ടോ. ചാവി ഓണാക്കാതെ അടിച്ചിട്ട് കാര്യമില്ല. മണ്ടൻ വർക്കിംഗ് പക്കയുണ്ടോ? പിന്നെ എൻ്റെ ആവശ്യമില്ല, ഇറങ്ങിക്കോ. ആണെങ്കിൽ അത്യാവശ്യം നല്ല വണ്ടികളാണ്. കേൽപ്പത്ത് വണ്ടിയാണ്. അതേപോലെ സ്പ്ലെൻഡർ ഉണ്ട്, അതുപോലെ CD100 ഉണ്ട്. സ്പ്ലെൻഡർ CD100 ഒക്കെ നമ്മുടെ അടുത്ത് സാമുറായി ഉണ്ട്. സാമുറായി 45 ആക്സിഡൻറ്റ് കുറവാണ്. വളരെ കുറവാണ്. അതുകൊണ്ട് വണ്ടി ഉള്ളതൊക്കെ നല്ല സെയിലായി പോയി. KB കേട്ടോ, KB 100 നോർമലി KB 100 ഇത് കാർബറേറ്റർ വരുന്ന ഭാഗമല്ലത്. കാർബറേറ്റർ തന്നെ നോർമൽ KB 100 നമുക്ക് വരുമ്പോൾ എന്താണ്, ഓടിക്കാനൊരു പവർ കമ്മി ഫീൽ ചെയ്യുന്ന ഒരു വണ്ടിയാണ് KB. പൊതുവേ എനിക്ക് എപ്പോഴും തോന്നുന്നൊരു കാര്യം പവർ ഇല്ല എന്നുള്ള രീതിയിൽ. അങ്ങനെ ഞാൻ KBനെ അങ്ങനെ ഒന്ന് കാണുന്ന രീതിയിലാണ് ഞാൻ കാണില്ല. എപ്പോഴും നമുക്ക് RX-ന്റെ പവർ ഇല്ല. പക്ഷേ ഈ വണ്ടി ഓടിക്കാനുള്ള ഫീല് ഇതുവരെ കിട്ടിയവര് KB 100 കിട്ടില്ല. അത് അത്യാവശ്യം നമുക്ക് RX-നെ പോലെ നല്ല കിട്ടാണ്ട് പക്ഷേ ബുദ്ധിമുട്ടാണ്. നോർമൽ RX-ന്റെ പോലെ നമുക്ക് ഇതിന്റെ സ്പെയർ കിട്ടാണ്ടാവുന്ന രീതിയിൽ കിട്ടൂല. അങ്ങനെ കിട്ടൂല. പക്ഷെ KB 100 തന്നെ ചെറിയ വിലക്ക് വണ്ടി കിട്ടുന്നതുകൊണ്ട് ഇപ്പോൾ അതിന് മാത്രമുള്ള ബുദ്ധിമുട്ടുകളില്ല. പിന്നെ കുറേ അഡ്വാൻസ് ആയിട്ടുള്ളൊരു വണ്ടിയാണിത്. പെട്രോൾ ഒഴിക്കും. എത്ര മോഡലായിരുന്നു ഇത്? 90 മോഡലാണ്. KL 07 മാത്രമേ ഉള്ളൂ. 89 90 ആ സമയത്തൊക്കെ KB 100 ഉണ്ട്. KB 100 പഴയ വണ്ടിയാണ്. ബജാജ് യമഹ സുസൂക്കിൻ്റെ എതിരായിട്ട് ഇറക്കിയ വണ്ടിയാണ് KB 100. പക്ഷേ KB 100 അങ്ങനെ മൂവ് ആയില്ല അന്ന്. ഈ വണ്ടി ഇപ്പോൾ ഓടിച്ചിട്ടുള്ളൊരു ഫീൽ എന്ന് പറഞ്ഞാൽ ഈ പവറിലൊരു വണ്ടി അന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഭയങ്കര സംഭവമായിരിക്കും. പക്ഷേ എന്താ ചെയ്യുക, ഓരോ സമയത്ത് ഓരോ ഇതിൻ്റെ മുകളിൽ ഈ കയറിയ കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തതാണ്. ഈ ഹെഡൊക്കെ അതേപോലെ തന്നെ ഫ്ലവർ ടൈപ്പ് തന്നെ വരുന്നത്. ഇതിങ്ങനെ തന്നെ വരുന്നത്. ഇത് കുറച്ചും കൂടി നമുക്ക് അതേപോലെ ഇതിൻ്റെ വീൽ ബേസ് കൂടുതലുണ്ടാവും. നമുക്ക് RX-നെ കാട്ടി കുറച്ചും കൂടി ലെങ്ത്തുള്ള വണ്ടിയാണിത്. അപ്പോൾ റോഡ് സ്റ്റെബിലിറ്റി കുറച്ചും കൂടി കൂടുതലുണ്ടാവും. പക്ഷെ അതൊന്നല്ലല്ലോ നമുക്ക് വേണ്ടത്. അന്ന് വേറെയാണ്, നമുക്ക് പവറാണ് വേണ്ടി. വീഡിയോ ഒരു ഷോഗൺ സ്റ്റാർട്ട് ചെയ്ത് ഫീൽ അല്ലേ ഈ വണ്ടി? ഞാൻ പറയാം, ഇത് വണ്ടി മരുന്ന് വണ്ടിയാണ്. നമുക്ക് KB എത്ര വണ്ടി കിട്ടിയിട്ടും അല്ല ഇതിൻ്റെ ഫീല് കിട്ടിയില്ല. ഈ വണ്ടിക്ക് കളർ ഇഷ്ടപ്പെട്ടില്ല. ഓപ്പണായിട്ട് പറയുമല്ലോ, എല്ലാവർക്കും ഓരോ സജഷൻ. എനിക്ക് കളർ തീരെ താല്പര്യപ്പെട്ടില്ല. പക്ഷെ വണ്ടിയെ ഓടിക്കാൻ ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് വണ്ടി വാങ്ങിയ ആൾക്കാരും ഭയങ്കര നല്ല നീറ്റ് വാപ്പി മോനും കൂടിയാണ്, ഉപ്പി മോനും കൂടിയാണ്. ഒരു നല്ല കമ്പനി ബേസിൽ നടക്കുന്ന ആൾക്കാർ. ഓലെ കണ്ടപ്പോഴുള്ളൊരു സന്തോഷം വേറെ. അങ്ങനെ ഓരോരുത്തർ ഒരു പ്രാവശ്യം പോയി ഇങ്ങനെ പോണ വഴി വണ്ടി കണ്ട് അങ്ങനെ സംസാരിച്ച്. മുമ്പേ എനിക്ക് സംസാരിച്ചതിന് എന്നോട് അപ്പം എന്നെ കണ്ടിട്ടില്ല, ഞാനോ അവനെ കണ്ടില്ല. അങ്ങനെ കണ്ട് പിന്നെ പോയി പിന്നെ വണ്ടി എടുത്ത് ഞാൻ. വണ്ടി എന്തായാലും നമുക്ക് വണ്ടി ഏത് വണ്ടിയായാലും നമുക്ക് അങ്ങനെയാണ് കാണുന്ന. എല്ലാ വണ്ടിയോടും നമുക്ക് അത്യാവശ്യം കൊടുത്താൽ അങ്ങനെ തെറിച്ച് പോകുന്ന ഒരു KB 100 ആണിത്. നമുക്ക് KB എന്നുള്ള രീതിയിലാണ്. ഇതിപ്പോൾ വർക്ക് കളറ് കാര്യങ്ങളൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. KB തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ ഒരു KB 100 ഒരു മൂടുണ്ട് എനിക്ക് എടുക്കണം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാർക്ക് ബെസ്റ്റ് ഒരു ഓപ്ഷൻ. അത് കളർ കാര്യങ്ങളൊക്കെ നിങ്ങൾ താല്പര്യം പോലെ നിങ്ങൾക്ക് വെക്കാൻ മാറ്റാമെന്ന് ചെയ്യാം. പക്ഷേ ഈ പെർഫോമൻസിൽ ഒരു KB 100 നമുക്ക് കിട്ടില്ല. പൊതുവെ കുറച്ചുകൂടെ ചേസൊക്കെ നല്ല നീളമുണ്ടല്ലേ?
ചേസ് വീൽ ബേസ് അതൊക്കെ നല്ല കൂടുതൽ നീളുണ്ട്. 4 ആൾക്കൊക്കെ സുഖമായിട്ടിരിക്കലേ, അത്രയും വലിയ സീറ്റ്. അത് ഫോറസ്റ്റ് ചാമ്പ്യനിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഇങ്ങനെ ആൾക്കാർ കുറേ ആൾക്കാർ ഇരിക്കാനുള്ള ഗ്യാപ്പ് ഉണ്ടാവും. ബോക്സർ 80 ഇറങ്ങിന് അതിലും അങ്ങനെ തന്നെയാണ്. SDV കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. ഇത് ഒന്നെങ്കിൽ കുറച്ച് കാലം നമ്മളിങ്ങനെ ട്രൈ ചെയ്തു, പിന്നെ അത് സെയിലായില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫുൾ റീസ്റ്റോർ ചെയ്യും. എത്ര ചോദിക്കുന്നത്? റീസ്റ്റോർ ചെയ്യും. ഇത് 80 രൂപ ചോദിക്കുന്ന വില. ഈ സൈഡ് നമ്മൾ വണ്ടിയുണ്ട്. നോർമലി പറയാം KL9 സ്പ്ലെൻഡർ ഉണ്ട്, 35 രൂപ റേഞ്ചിൽ പൊട്ടുള്ള വണ്ടി. അത് കഴിഞ്ഞിട്ട് ഇവിടെ കാണുന്ന ഇതൊക്കെ നമുക്ക് ഇത് KL53 പിന്നെ വിൽക്കാണല്ലോ. സ്റ്റോക്ക് നമുക്ക് അത്യാവശ്യം സ്റ്റോക്ക് ഉണ്ട്, ഇവിടെ കഴിഞ്ഞില്ല. ഇത് KL9 പാലക്കാടുകാർക്ക് ഒറിജിനൽ കേരള പാലക്കാട് വണ്ടി ഉണ്ട്, 1.25 റേഞ്ച് വരും. പിന്നെ ഈ കാണുന്ന ഗുജറാത്ത് വണ്ടി ഇതൊക്കെ റീസ്റ്റോർ ചെയ്ത വണ്ടികളാണ് കേട്ടോ. അത്യാവശ്യം റീസ്റ്റോറേഷൻ കഴിഞ്ഞ വണ്ടിയാണ്. അതല്ലാതെ നമുക്ക് RD ഷോക്കൻ്റെ കാര്യങ്ങൾ RD HT LT അത് വണ്ടി LT ആണ്, പക്ഷേ HT കൺവേർട്ട് ചെയ്ത വണ്ടിയാണ്. ഓക്കെ. പേപ്പറാക്കിയ വണ്ടിയാണ്. നല്ല 2030 പേപ്പർ ഉണ്ട്. നല്ല ക്ലിയർ, നല്ല എത്ര മോഡൽ 86 87 LT ആണ്. ST സിലിണ്ടർ. ST ഇപ്പോൾ കാർബറേറ്റർ മിക്കാപ്പിൻ്റെ ബ്രാൻഡ് ന്യൂ കാർബറേറ്റർ കൺവേർട്ട് ചെയ്ത വണ്ടി. HTക്ക് കൺവേർട്ട് ചെയ്ത് നമ്മൾ 135 എടുത്ത് 4 സ്പീഡിൻ്റെ മുകളിൽ 5 സ്പീഡിൻ്റെ സിലിണ്ടറും കാര്യങ്ങളൊക്കെ കയറ്റുന്ന പോലെ ഇതിൻ്റെ മുകളിൽ നമ്മൾ സിലിണ്ടറൊക്കെ ചെയ്തതാണ്. അതേപോലെ കാർബറേറ്റർ ഇതിൻ്റെ കൂടുതൽ മിക്കുനി ജപ്പാൻ്റെ ഒറിജിനൽ കാർബറേറ്റർ STൻ്റെ നമ്മുടെ അടുത്തുണ്ട്. ഇപ്പം വർക്കിങ്ങിന് നമ്മൾ പുതിയത് ഇട്ടപ്പോൾ നല്ല വർക്കിംഗ് ആയപ്പോൾ അവിടെ വെച്ചാണ് ഹോൾഡ് ചെയ്തിട്ട് അതിൻ്റെ ജെറ്റോ കാര്യങ്ങളൊക്കെ മാറണം അങ്ങനെയൊന്നും നമ്മളിപ്പോൾ ആവശ്യം വന്നില്ല. ഇത് നല്ല വർക്കിംഗ് ഇപ്പോൾ നിങ്ങൾ കണ്ടില്ല. ഇതിപ്പോൾ 2 സൈഡ് നിർത്തിയിട്ട വണ്ടിയാണ്. ഹാഫ് കിക്കിൽ സ്റ്റാർട്ടാണ് നമുക്കിത്. നല്ല വർക്കിംഗ്, നല്ല ക്ലിയർ ഉള്ള വണ്ടിയാണ്. അത്യാവശ്യം റീസ്റ്റോറേഷൻ റേറ്റ് കാര്യങ്ങളൊക്കെ ഇത് ചോദിക്കുന്ന ആൾക്കാർ നേരെ നിങ്ങൾ അങ്ങനെ ചിന്തിച്ചാൽ മതി. അതേപോലെ തന്നെ മുതലാണ്. എന്തുകൊണ്ട് ഇത് 2 കൊല്ലം മുമ്പ് വാങ്ങിയ ആൾക്കാർക്ക് 2 കൊല്ലം മുമ്പേ ചെറിയ പൈസ ഒരു അൾട്ട വാങ്ങുന്ന പൈസക്ക് ഇത് വാങ്ങിയിട്ട് ഇപ്പോൾ ഒരു ഫോർച്യൂണർ വാങ്ങാനുള്ള അവസ്ഥയ്ക്കാണെന്നുള്ള രീതിയിൽ അതിന് പോക്ക് ആടിൻ്റെ പിന്നെ അങ്ങനെയും പ്രീമിയം. പിന്നെ 2 വണ്ടി 3 വണ്ടി ഷോഗൻ കൊടുക്കാനുള്ളതല്ലേ? ഇതൊക്കെ കൊടുക്കാനുള്ളതാണ്. ഷോഗൻ അഡ്വാൻസ് ആയിനോ? ഷോഗൻ കൊടുക്കാനുള്ള വണ്ടിയാണ്. ഷോഗൻ ഒറിജിനൽ കേരള വണ്ടി KL06 ഷോഗൻ ആയാലും ഒറിജിനൽ കേരള നല്ല വണ്ടി, നല്ല വർക്കിംഗ് ഉള്ള വണ്ടി. അതേപോലെ തന്നെ KL10 വണ്ടിയുണ്ട്. പിന്നെ ഇത് ഒരു 135 കൂടി KL04D നല്ല പവറുള്ള നല്ല പെർഫോമൻസുള്ളൊരു വണ്ടിയാണിത്. പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ആവറേജ് ആണ്, അത്യാവശ്യം കുഴപ്പമില്ല. വണ്ടി ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ നേരെ സ്പെയർ കയറാം. യമഹേൻ്റെ സ്പെയർ ഫസ്റ്റ് ഇത് ബോക്സ് നമുക്ക് പോയി യമഹേൻ്റെ ഒറിജിനൽ സ്പെയർ കൊണ്ടിരിപ്പിച്ചാൽ ഇതൊന്ന് ബോക്സ് നമുക്ക് വീട്ടിൽ ഗൾഫാർ വന്ന് പൊട്ടിക്കുന്ന പോലെ നമുക്ക് ഒറിജിനൽ സ്പെയറിൻ്റെ പെട്ടി പൊട്ടിക്കുന്നത്. ഓക്കെ. ഒറിജിനൽ സ്പെയറിൽ നമുക്ക് ഹെഡ്ലൈറ്റ് റിങ് കുറേ സാധനങ്ങളുണ്ട്. നമുക്ക് ഹെഡ്ലൈറ്റ് റിങ് എന്താ പറയുക, ഹെഡ്ലൈറ്റിൻ്റെ റിങ്ങാണ് റെസ്റ്റ് ആവുക പൊതുവേ. നമുക്ക് അത് റെസ്റ്റായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് മൊത്തം മാറേണ്ട ആവശ്യം വരും. ഇതാകുമ്പോൾ അങ്ങനെ വരില്ല, നമുക്ക് റിങ് മാത്രം സെപ്പറേറ്റ് കിട്ടും. പക്ഷേ ഒറിജിനലേ കിട്ടുള്ളൂ, ആഫ്റ്റർ മാർക്കറ്റ് ലോക്കൽ ബ്രാൻഡൊന്നും കിട്ടില്ല. അസംബ്ലി ഇല്ലാതെ റിങ് മാത്രം കിട്ടും. റിങ് മാത്രം കിട്ടും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ വണ്ടി രജിസ്റ്റർ ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല ഹെഡ്ലൈറ്റ് ആകുമ്പോൾ ഡൂമൊക്കെ നല്ലതാണെങ്കിൽ ഇങ്ങനെ വാങ്ങിയാൽ മതി. ഇതൊക്കെ ബഡ്ജറ്റിൽ നമുക്ക് അങ്ങനെയല്ല. നമ്മളൊരു വണ്ടി കൊണ്ടുനടക്കുന്ന ആൾക്കാർ നല്ല രീതിയിൽ റീസ്റ്റോർ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് എന്തും ചെയ്യാം. പക്ഷേ അത് കഴിഞ്ഞിട്ട് ചെറിയ കംപ്ലയിൻറ്റ് നമ്മൾ കുറേ പൈസ ഇറക്കേണ്ട ആവശ്യമില്ല. അത് ഈ വണ്ടി കൊണ്ടുനടന്നിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതൊക്കെ അങ്ങനത്തെ എന്തെങ്കിലും വർക്കോ കാര്യങ്ങളോ നമ്മൾ ചെറിയ തുരുമ്പ് വരുമ്പോൾ ഫുൾ റീസ്റ്റോറേഷൻ ചെയ്യണ്ട. ചെയ്യണ്ട. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ വണ്ടി കൊണ്ടുനടന്ന് അതിനോട് ഇഷ്ടം ഉണ്ടായി. പിന്നെ നമ്മൾ പ്രാക്ടിക്കലും ചിന്തിക്കണം. ഇത് പൈസ ആരുടെടുത്തും ഉണ്ടാവില്ല എന്നുള്ള അവസ്ഥയല്ല. അപ്പോൾ അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ചിലവാക്കണം എന്നുണ്ട്. പൈസനെ ബഹുമാനിച്ചാൽ അത് നിങ്ങളെ തിരിച്ച് ബഹുമാനിക്കും. അപ്പം അങ്ങനെ വെറുതെ അനാവശ്യമാക്കരുത്. ഇവിടെ നമ്മുടെ അടുത്ത് വന്ന RXൻ്റെ സിലിണ്ടർ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചിലത് ബ്രാൻഡ് ന്യൂ കിട്ടാണ്ടെന്ന് അറിയും. എന്നിട്ട് ബ്രാൻഡ് ന്യൂവിന് 30,000 25,000 അതിൻ്റെ സാധനത്തിന് ഒരു 0.50 കിട്ടുകയാണ് 10-15 കൊടുത്തിട്ട്. അതെടുത്തിട്ടാൽ മതി. നമ്മുടെ ബഡ്ജറ്റും കൂടി കാണണം. വെറുതെ ഈ സിലിണ്ടർ വാങ്ങുന്ന സമയത്ത് എന്താ ശ്രദ്ധിക്കേണ്ടത്? അൺസ്ലീവ്ഡ് ആണെന്ന് ശ്രദ്ധിക്കണം, വേറെ ഒന്നും നോക്കണ്ട. അൺസ്ലീവ്ഡ് ആണെന്ന് പിന്നെ വിശ്വസിക്കാൻ പറ്റാത്ത എവിടെ നിന്നും സിലിണ്ടർ കാർബറേറ്റർ കാര്യങ്ങൾ വാങ്ങുകയും ചെയ്യരുത്. അത് പ്രാക്ടിക്കലി ഇട്ട് ആരുടെ ഞങ്ങളുടെ അടുത്ത് വാങ്ങുന്നത് പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ ചിന്തിക്കരുത്. സിലിണ്ടർ നമ്മളിപ്പോൾ പുറത്തുനിന്ന് ഓൺലൈൻ വാങ്ങലുണ്ട്. ഓൺലൈൻ വാങ്ങിയിട്ട് ഇത് വണ്ടി ഇട്ട് കഴിഞ്ഞിട്ട് വർക്ക് ആകുമ്പോൾ നോക്കിങ് ഉണ്ടാവും. ഞാൻ സ്വന്തം വാങ്ങിയ ആളാണ് ഗ്രൂപ്പിൽ നിന്നൊക്കെ കണ്ടിട്ട്. എന്നിട്ട് അവിടുന്ന് അത്രയും ഗ്രൂപ്പ് നടത്തുന്ന അവിടുത്തെ നമ്മളെ ഒരു കണക്ഷനുള്ള ഒരാൾ നമ്മളോട് തന്നയച്ച് ഇവിടെ നമ്മൾ ഇട്ട് വർക്ക് ചെയ്യുമ്പോൾ അതിന് സൗണ്ട് ഉണ്ട്. അപ്പോൾ അയാൾ പറയും എൻ്റെ അടുത്ത് സൗണ്ട് ഇല്ല എന്ന്. ഇത് മാറ്റങ്ങളും അതിൻ്റെ കൂടുതൽ അയാൾ എന്നെ പറ്റിച്ചാണോ ഇല്ലയെന്ന് ഞാൻ മൊത്തം നോക്കിയപ്പോൾ മനസ്സിലായ ഈ ക്രാങ്കിൻ്റെ കൂടുതൽ നടക്കുന്ന പിസ്റ്റണ്
അത് ആ ക്രാങ്കിൽ നിന്ന് മാറിയിട്ട് വേറൊരു ക്രാങ്കിലോട്ട് കണക്ട് ആകുമ്പോൾ ചിലപ്പോൾ നോക്കിങ് വരും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ വണ്ടി ഇട്ടിട്ട് പ്രാക്ടിക്കലി വാങ്ങുക. അതെവിടെ ആയാലും നമ്മൾ ഒന്നെങ്കിൽ വാങ്ങി ഇട്ടിട്ട് നോക്കിയിട്ട് പൈസ കൊടുക്കുക. അങ്ങനത്തെ രീതിയിലൊക്കെ പറ്റുകയാണെങ്കിൽ അത് ബെറ്റർ. അല്ലാത്ത രീതിയിൽ നമ്മൾ വണ്ടി കാര്യങ്ങളൊന്നും വാങ്ങി സ്പെയറിങ്ങൾക്ക് മൊത്തം കാണാം. അത് ഗ്ലാഡിയേറ്ററിൻ്റെ ഡിസ്ക് സെറ്റാണ്, മൊത്തം അസംബ്ലി ഉണ്ട്, പുതിയത് സീറ്റ് കാര്യങ്ങൾ. പിന്നെ സ്പെയർ ഞാൻ പറയണ്ടല്ലോ, സ്പെയർ നമ്മൾ അത്രയും ബൾക്ക് ക്വാളിറ്റി ചെയ്യുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് താഴത്ത് സർവീസിൽ നിന്ന് പോയി നോക്കാം. അപ്പോൾ നമ്മൾ ഒരു വണ്ടി ഇവിടെ സർവീസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ സർവീസ് അല്ലാതെ നമ്മൾ പുറത്തത്തെ സർവീസും ചെയ്യുന്നുണ്ട്. ഇത് കേരള 71 വണ്ടിയാണ്. മൂപ്പര് നിലമ്പൂരിൽ നിന്ന്. ഇത് ഒറിജിനൽ 5 സ്പീഡ് അല്ലേ? ഒറിജിനൽ 5 സ്പീഡാണ്. നിങ്ങളെ പേരെന്തായിരുന്നു? അമീൻ. അമീൻ മൂപ്പര് നിലമ്പൂരിൽ നിന്ന് ഓടി വന്ന കേട്ടോ സർവീസ് ചെയ്യാൻ. നമ്മുടെ അടുത്ത് ആകുമ്പോൾ പിന്നെയുള്ള മെച്ചം എന്ന് പറഞ്ഞാൽ സ്പെയറിന് വേറെ പോകേണ്ട ഒന്നും ചെയ്യേണ്ട. ഇവിടെ വണ്ടി കൊണ്ടുവന്ന് നിർത്തുക, സർവീസ് ഇവിടുന്ന് ക്ലിയർ ആയി കിട്ടും. അതുകൊണ്ട് വരുന്ന മൂപ്പര് അത്ര ദൂരത്ത് നിന്ന്. അല്ലെങ്കിൽ വണ്ടി അടിപൊളി വണ്ടിയാണല്ലോ, ഞാൻ വണ്ടി ശ്രദ്ധിക്കില്ല. പക്ഷേ ഒറിജിനൽ 5 സ്പീഡ്, മീറ്റർ 5 സ്പീഡ് ഉണ്ട്. ബാക്കി കവർ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. മൂപ്പര് കൂടുതലൊന്നും ഇതിൻ്റെ മുകളിൽ ഡിസ്കോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ആകെ ക്യാറ്റിൻ്റെ ഷീൽഡ് മാത്രം ഇതിൽ ഒരു കുറവുള്ളൂ. സിലിണ്ടർ കാര്യങ്ങളൊക്കെ സ്റ്റോക്ക് വണ്ടി, പക്കാ സ്റ്റോക്ക് വണ്ടി. 18 വീല് എങ്ങനെ കമ്പനി ഇറക്കി ആ രീതിയിൽ തന്നെ കൊണ്ടുനടക്കണേ. നല്ലൊരു കണ്ടീഷൻ, കാലാകാലം ഈ കണ്ടീഷനിൽ തന്നെ വണ്ടി നിൽക്കും. നമ്മൾ കൂടുതലൊന്നും പൊളിക്കാതെ കൊണ്ടുനടക്കുകയാണെങ്കിൽ അതുണ്ടാവും. വണ്ടി നമ്പർ കാര്യങ്ങളൊക്കെ നല്ല 71J 78 77 അത്യാവശ്യം നല്ല വണ്ടി കേട്ടോ. 5 സ്പീഡൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഒരു സന്തോഷമാണ്. അതുകൊണ്ട് കൂടുതൽ ആൾക്കാർ ഇത് 5 സ്പീഡാണെന്നുള്ള രീതിയിൽ പിന്നെ അത് പോട്ട് ചെയ്യുക, അത് ചെയ്ത് അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് നോർമലി കൊണ്ടുനടക്കാനുള്ളേ ഉള്ളൂ. പിന്നെ വണ്ടിയാണ്, ആർക്കും എന്തും ചെയ്യാം, ആർക്കും എന്തും എങ്ങനെയും ചെയ്യാം. നമ്മൾ എങ്ങനെയും ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ വണ്ടി കാണുമ്പോൾ കളവയിലൊരു വണ്ടി, അതേപോലെ ഒരു ഒറിജിനൽ ഫസ്റ്റ് നമ്മൾ ഒരു വീഡിയോയിൽ പൊളിച്ച വണ്ടി. യെസ്, രാജസ്ഥാൻ വണ്ടി ഉണ്ട്, കമ്പനി പെയിന്റ് അതല്ല പറഞ്ഞേ. വണ്ടി കളവ് പോയ വണ്ടി അത് ഇതല്ല, അത് ഏറ്റവും ഈ ലുക്കുള്ള വണ്ടീന് അത് ഓർമ്മിപ്പിക്കല്ലേ. ഇതിപ്പോൾ വർക്കിന് വന്ന വണ്ടിയാണ്. അങ്ങോട്ട് വരുന്നില്ല, അവിടെ ഇരുന്നോ. ഇതിപ്പോൾ നമ്മളെ വണ്ടിയാണ്, ഇത് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. ഇതിപ്പോൾ നമ്മളെ വണ്ടിയാണ്. ഇതിന് നമ്മൾ 5 സ്പീഡിൻ്റെ കവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഡിസ്ക് പൾസറിൻ്റെ ഇനി. അപ്പോൾ അതിനൊരു നമുക്ക് തന്നെ തോന്നുന്ന ആ ഒരു വണ്ടി ഇത്രയും പ്രീമിയം വണ്ടീൻ്റെ മുകളിൽ പിന്നെ പൾസറിൻ്റെ ഡിസ്ക് എന്നുള്ള രീതി പിന്നെ നമ്മൾ ചേഞ്ച് ചെയ്ത് 5 സ്പീഡിൻ്റെ ഡിസ്ക് തന്നെ ആക്കുകയാണ്. നല്ല റീസ്റ്റോർ ചെയ്ത് നല്ല അടിപൊളി വണ്ടി, നല്ല നമ്പർ കാര്യങ്ങളാണ്. കേരള 52 പട്ടാമ്പി രജിസ്ട്രേഷനിൽ 98 മോഡൽ വണ്ടിയാണ്, 98 നമ്പറുമാണ് കേട്ടോ. ഇതൊക്കെ നമ്മളിപ്പോൾ സെയിലായ വണ്ടിയാണ്, സർവീസിന് ഇറക്കിയാണ്. ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ ഇതൊക്കെ നമ്മൾ ബജറ്റിൽ കൊടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ ഫിറ്റിങ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മൊത്തം ചേഞ്ച് ചെയ്തിട്ട് ഒരു പുതിയ വണ്ടി ആക്കാനുള്ള രീതിയിൽ ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. അത് ജസ്റ്റ് കാണാം. ഇത് പുറത്തെ വണ്ടിയാണ്, ഇത് വർക്കിന് വന്നാൽ വർക്ക് നടന്നുകൊടുക്കുന്ന വണ്ടിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ എൻഡ് ചെയ്യാം. ആഡി ഉണ്ട്, എസ് ഉണ്ട്, RX ഉണ്ട്, എല്ലാത്തിൻ്റെ ഏകദേശം ഡീറ്റെയിൽ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തന്നെ. ആഡി ഇപ്പോൾ ഒന്നല്ലേ സ്റ്റോക്കുള്ളൂ? ഒന്ന് തന്നെ സ്റ്റോക്കുള്ളൂ. ഒന്ന് വർക്കിന് വേണ്ടി കയറ്റിയ വണ്ടിയാണ്, ഒന്നന്നെ പ്രതീക്ഷ മതി. ഇത് വർക്ക് കഴിഞ്ഞ നീറ്റായിട്ടുള്ള വണ്ടിയാണ്. 30 വരെ പേപ്പർ കാര്യങ്ങളൊക്കെ ക്ലിയർ ഉണ്ട്. നിങ്ങൾക്ക് ഈ പറഞ്ഞ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് പറ്റുകയാണെങ്കിൽ ക്ഷമിക്കണം എന്നുണ്ട്. ഇത്രയും ലെങ്ത്തുള്ള വീഡിയോ ആണ്, എനർജി ഇല്ല. ഇത് ഉണ്ടാക്കി ഇത്ര നേരം സംസാരിച്ചിരിക്കണേന് ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. അതേപോലെ തന്നെ വിളിച്ചാൽ കിട്ടാത്ത ആൾക്കാർ നമ്മൾ ഷോറൂം വിസിറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഞങ്ങളിവിടെ ഉണ്ടാവും. സൺഡേ നമ്മൾ ഉച്ച വരെ 3 മണി വരെ സൺഡേ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ലോങ്ങിൽ നിന്ന് വരികയാണെങ്കിൽ എവിടെ നിന്ന് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ഒരു 12 മണി 1 മണിക്ക് എത്താൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ വരികയാണെങ്കിൽ സൺഡേ വരെ ഞങ്ങൾ ഓപ്പനാണ് നിങ്ങൾക്ക് വേണ്ടി. ധൈര്യമായിട്ട് നിങ്ങൾ വരാം. സൺഡേ നിങ്ങൾ ഇങ്ങോട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് സ്റ്റോറി നോക്കണം. നമ്മൾ സൺഡേ അപ്പോൾ മേ ബി 1.5 മാസം 2 മാസത്തിലൊക്കെ ഏതെങ്കിലും ഒരു സൺഡേ ഒക്കെ നമ്മൾ ലീവ് ആക്കുന്നുണ്ട്. അപ്പോൾ ലീവുള്ള ദിവസമാണ് നമ്മൾ സ്റ്റോറി ഇടുമ്പോൾ നമ്മൾ സ്റ്റോറി ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ മസ്റ്റായിട്ട് റയർ ഫിഷിംഗ് ഗാരേജിൻ്റെ പേജ് ഫോളോ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ നമുക്ക് കുറച്ചും കൂടി എന്താ പറയുക ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുക. കുറച്ചും കൂടി കാര്യങ്ങൾ ഈ സ്റ്റാർട്ടിങ് പറ്റ അടുപ്പിച്ച് വെച്ചുകൊണ്ട് സ്റ്റാർട്ടിങ് കാര്യങ്ങളൊക്കെ നമുക്ക് മിസ്റ്റേക്ക് ഉണ്ട്. അടുത്ത പ്രാവശ്യം കുറച്ച് ഗ്യാപ്പിട്ട് വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ടിങ് കാര്യങ്ങളൊക്കെ ഓരോ വണ്ടിനെ കാണിച്ചിട്ട് എങ്ങനെ നിങ്ങളെ കമൻറ്റ് ഉണ്ടാവണം ആ രീതിയിൽ ചെയ്യാം. എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും അറിയണമെന്നെങ്കിൽ കമൻറ്റ് ഇടുക, അതിനനുസരിച്ച് നമുക്ക് സെറ്റാക്കാം. അപ്പോൾ അടുത്ത ദിവസം കാണാം.